സഹകാരി റേസ് പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഹെൻറി ഫയോൾസ് 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് എന്നുള്ളതാണ്. ഈ ഒരു ടോപ്പിക്കിൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന പ്രോസസ്സ് ഏതൊക്കെ തത്വങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഫങ്ഷൻ ചെയ്യുന്നത്, അതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ മാനേജ്മെൻറ്റ് എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. മാനേജ്മെൻറ്റ് എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്, എങ്ങനെയാണ് മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞ ആ ഒരു സബ്ജക്റ്റ് ഇന്നത്തെ ഈ ഒരു അവസ്ഥയിലേക്ക് വന്നത്, എന്തൊക്കെ തോട്ട്സാണ് അതിൻ്റെ പുറകിലുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇപ്പോൾ മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്, ഒരു പ്രക്രിയയാണ് എന്ന കാര്യവും നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. നമുക്കറിയാം, ഏതൊരു സബ്ജക്റ്റ് എടുക്കുകയാണെങ്കിലും, ഉദാഹരണത്തിന് ഫിസിക്സ് ആവട്ടെ അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് ആവട്ടെ, ഇങ്ങനെയുള്ള ഏത് സബ്ജക്റ്റുകൾ എടുക്കുകയാണെങ്കിലും അതെല്ലാം എന്തെങ്കിലുമൊക്കെ തത്വങ്ങളുടെ ബേസ് ചെയ്തിട്ടായിരിക്കും അത് ഗ്രോ ചെയ്തിരിക്കുന്നത്, അല്ലേ? അടിസ്ഥാനപരമായ കുറേ തത്വങ്ങളുണ്ടായിരിക്കും. അപ്പോൾ ഈ മാനേജ്മെൻ്റ് എന്ന് പറയുന്നതും ഒരു പ്രത്യേക പഠന മേഖലയാണ്, പഠന വിഷയമാണെന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു പഠന മേഖലയും ഈ ഒരു വിഷയവും കുറച്ച് തത്വങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. കുറച്ച് അടിസ്ഥാന പ്രിൻസിപ്പിൾസ്, ബേസിക് പ്രിൻസിപ്പിൾസിനെ അടിസ്ഥാനമാക്കിയാണ് ഈ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റും ഫങ്ഷൻ ചെയ്യുന്നത്. രണ്ട് പ്രധാനപ്പെട്ട ആളുകൾ ഈ ഈ ഒരു പ്രിൻസിപ്പിൾസിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അടിസ്ഥാനപരമായ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരാളാണ്, ഒരു പ്രധാനപ്പെട്ട തിയറിസ്റ്റാണ് ഹെൻറി ഫയോൾ എന്ന് പറയുന്നത്. ഹെൻറി ഫയോൾ പ്രധാനമായിട്ടും മാനേജ്മെൻറ്റിൻ്റെ 14 പ്രിൻസിപ്പിൾസാണ് ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത്. അതേക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഹെൻറി ഫയോൾസ് 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്. എന്തൊക്കെയാണ് ഈ പ്രധാനപ്പെട്ട ഹെൻറി ഫയോൾ ഫോർമുലേറ്റ് ചെയ്ത പ്രധാനപ്പെട്ട മാനേജ്മെൻറ്റ് തത്വങ്ങൾ, പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്? ആദ്യം ഈ ഹെൻറി ഫയോളിനെ കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടാം, അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം. എങ്ങനെയാണ് ഈ ഹെൻറി ഫയോൾ ഈ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ഫോർമുലേറ്റ് ചെയ്തത്, അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തത്, അതിനെക്കുറിച്ച് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. ഹെൻറി ഫയോൾ എന്ന് പറയുന്നത് ഒരു ഫ്രഞ്ച് മൈനിങ് എഞ്ചിനീയർ ആയിരുന്നു, മാനേജ്മെൻറ്റ് തിയറിസ്റ്റാണ്. അതുപോലെ തന്നെ മോഡേൺ മാനേജ്മെൻറ്റിലെ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന പല ആളുകളിൽ പ്രധാനിയുമാണ് ഈ ഹെൻറി ഫയോൾ എന്ന് പറയുന്നത്. ഹെൻറി ഫയോൾ വാസ് എ ഫ്രഞ്ച് മൈനിങ് എഞ്ചിനീയർ, മാനേജ്മെൻറ്റ് തിയറിസ്റ്റ് ആൻഡ് വൺ ഓഫ് ദ പൈനിയേഴ്സ് ഓഫ് മോഡേൺ മാനേജ്മെൻറ്റ്. He developed 14 principles of management which serve as guidelines for effective organizational leadership and efficiency. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്. ഹെൻറി ഫയോൾ ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്ന 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻ്റ് ആണ്. ഈ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റും അദ്ദേഹം ഫോർമുലേറ്റ് ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണ്? അതാണ് പിന്നീട് പറയുന്നത്. ഫോർ എഫക്റ്റീവ് ഓർഗനൈസേഷണൽ ലീഡർഷിപ്പ്. ഒരു ഓർഗനൈസേഷനിൽ ശക്തമായ, കാര്യക്ഷമമായ ഒരു ലീഡർഷിപ്പ്, ഒരു നേതൃത്വം ഉണ്ടാകണം എന്ന ലക്ഷ്യത്തിലാണ് അദ്ദേഹം ഈ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഈ ഹെൻറി ഫയോൾ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് ഫോർമുലേറ്റ് ചെയ്തപ്പോൾ അദ്ദേഹം എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്തത്? എന്തായിരിക്കണമായിരുന്നു അതിൻ്റെ റിസൾട്ട്? എന്തായിരുന്നു? ഫോർ എഫക്റ്റീവ് ഓർഗനൈസേഷണൽ ലീഡർഷിപ്പ് ആൻഡ് എഫിഷ്യൻസി. കാര്യക്ഷമമായ ഒരു ഓർഗനൈസേഷനിലെ നേതൃത്വം രൂപപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത്? ഈ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് ഫോർമുലേറ്റ് ചെയ്തത്. ഫയോൾ emphasized planning, organizing, leading and controlling as key management functions, helping businesses operate systematically. His ideas remain widely used in management studies and corporate structures today. ഇപ്പോൾ ഫയോള് പ്രധാനമായിട്ടും മാനേജ്മെൻറ്റ് ഫങ്ഷൻസിൽ തന്നെ പ്രാധാന്യം കൊടുത്തത് പ്ലാനിങ്, ഓർഗനൈസിങ്, ലീഡിങ് ആൻഡ് കൺട്രോളിങ്, ഈ 4 കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തത്. ഏതൊക്കെയാണ്? പ്ലാനിങ്, ഓർഗനൈസിങ്, ലീഡിങ് ആൻഡ് കൺട്രോളിങ്. ഈ 4 കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഈ മാനേജറിയൽ ഫങ്ഷൻസ് ഫയോൾ ഫോർമുലേറ്റ് ചെയ്തത്. അതിൻ്റെയും ലക്ഷ്യം എന്താണ്? ബിസിനസ് ഓപ്പറേറ്റ് സിസ്റ്റമാറ്റിക്കലി. ഏതൊരു സ്ഥാപനവും വളരെ സിസ്റ്റമാറ്റിക്കായിട്ട്, അടുക്കും ചിട്ടയോടും കൂടെ എഫിഷ്യൻ്റായിട്ട് ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫയോൾ ഈ പറയുന്ന കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തത് എന്നുള്ളത്.
ഇപ്പോൾ ചുരുക്കത്തിൽ നമുക്ക് പഠിക്കാനുള്ള പോയിന്റ്, ചോദിക്കാൻ സാധ്യതയുള്ളൊരു മേഖല എന്ന് പറയുന്നത് ഇതാണ്. ഈ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് ഫോർമുലേറ്റ് ചെയ്തതിൻ്റെ പിന്നിലെ കാരണം എന്താണ്, എന്താ ഒരു ഓർഗനൈസേഷൻ എങ്ങനെ ആയിത്തീരാനാണ് ഫയോൾ ആഗ്രഹിച്ചിരുന്നത്. ആൻ എഫക്റ്റീവ് ഓർഗനൈസേഷണൽ ലീഡർഷിപ്പ് എന്നാണ്. അതായത് ഒരു ഓർഗനൈസേഷനിൽ വളരെ കാര്യക്ഷമമായ ഒരു നേതൃത്വം ഉണ്ടാകണം എന്ന ലക്ഷ്യത്തിലാണ് ഫയോൾ എന്ത് ചെയ്തത്, ഈ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് ഫോർമുലേറ്റ് ചെയ്തത്. ശരി, ആ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് എന്തൊക്കെയാണെന്നാണ് ഓരോന്നായിട്ട് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ആദ്യത്തേതാണ് ഡിവിഷൻ ഓഫ് വർക്ക്. ഡിവിഷൻ ഓഫ് വർക്ക് നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ വ്യക്തമാകും എന്താണ്. ഒരു സ്ഥലത്തെ ഒരു ഫാക്ടറി ഇപ്പം മനസ്സിൽ കാണുക. അവിടെ പല പല ജോലികളുണ്ടായിരിക്കും അല്ലേ, ഒരുപാട് ആൾക്കാരുണ്ടാവും, പല പല ജോലികളുണ്ടാവും, പല പ്രോസസ്സുകളുണ്ടാവും. ഇത് എല്ലാ ജോലിയും ഒരാൾ തന്നെയാണ് ചെയ്യുന്നതെന്ന് സങ്കല്പിച്ച് നോക്കുക. ആ വർക്ക് എപ്പോഴെങ്കിലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ? ഒരു റിസൾട്ട് ആ വർക്കിനുണ്ടാവുമോ? ഒരിക്കലുമില്ല അല്ലേ. അപ്പോൾ ഒരാൾ തന്നെ പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ആ വ്യക്തിയുടെ എഫിഷ്യൻസിയെ ബാധിക്കും അല്ലേ. എഫക്റ്റീവായിട്ട് അത് ചെയ്യാനായിട്ട് പറ്റില്ല, അല്ലെങ്കിൽ ഫാസ്റ്ററായിട്ട് വേഗത്തിൽ അത് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഫയോൾ പറയുന്നത് എന്താണ്, അങ്ങനെ ചെയ്യരുത്. അതായത് ഒരു വർക്ക് തന്നെ ഒരാൾക്ക് സ്ഥിരമായി കൊടുത്ത്, അല്ലെങ്കിൽ ഒരുപാട് വർക്ക് ഒരാൾക്ക് സ്ഥിരമായി കൊടുത്ത് അയാളെ എന്ത് ചെയ്ത് ഭാരപ്പെടുത്തരുത്. അങ്ങനെ ഭാരപ്പെടുത്തി കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് വർക്കിനെ ഡിവൈഡ് ചെയ്യണം, അല്ലെങ്കിൽ ഓരോ ടാസ്കുകളാക്കി എന്ത് ചെയ്യണം, സ്പ്ലിറ്റ് ചെയ്ത് ആളുകൾക്ക് അസൈൻ ചെയ്ത് കൊടുക്കണം. അങ്ങനെയാവുമ്പോൾ ആ ടാസ്ക് എഫിഷ്യൻ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിൽ മാത്രം ഫോക്കസ് ചെയ്യാൻ വർക്കേഴ്സിനെ സഹായിക്കുമെന്നാണ്. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ കണ്ടോ. എ ഷെഫ് കുക്സ് വൈൽ എ വെയിറ്റർ സെർവ്സ് കസ്റ്റമേഴ്സ്. ഒരു റെസ്റ്റോറൻറ്റ് ഇപ്പം നിങ്ങൾ മനസ്സിൽ കാണുക. ഒരു റെസ്റ്റോറൻറ്റിൽ ഒരു ചീഫ് കുക്ക് ഉണ്ടായിരിക്കും അല്ലേ. ആ കുക്ക് ഭക്ഷണം പാകം ചെയ്യുക മാത്രമല്ല, വരുന്ന കസ്റ്റമേഴ്സിനെ എല്ലാം സ്വീകരിക്കാനും കൂടെ നിന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട മേഖലയായ കുക്കിങ്ങിൽ ശ്രദ്ധിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ. അപ്പോൾ ഷെഫ് എന്ത് ചെയ്യുന്നു, കുക്കിംഗ് എന്ന് പറയുന്ന ഭക്ഷണം പാചകം ചെയ്യുക എന്നുള്ള പുള്ളിയുടെ ആ പ്രാഥമികമായ ഉത്തരവാദിത്തത്തിൽ മാത്രം എന്ത് ചെയ്യുകയാണ്, ഫോക്കസ് ചെയ്യുകയാണ്. അതേസമയം ഒരു വെയിറ്റർ ഉണ്ടാവും. വെയിറ്റർ എന്ത് ചെയ്യുന്നു, കസ്റ്റമേഴ്സിന് സെർവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് പോകുന്നു, അവർക്ക് വേണ്ടത് എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കുന്നു, അവർക്ക് ആവശ്യമുള്ളത് അവരുടെ ടേബിളിൽ എത്തിക്കുന്നു. ഇതാണ് ഒരു വെയിറ്റർ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ഒരു വർക്കിനെ, ഒരു ടാസ്കിനെ, ഒരു ഹോട്ടലിൽ നമുക്കറിയാം ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്ഥലമാണ് അല്ലേ. അപ്പോൾ അവിടെയുള്ള ആ ടാസ്കിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു, ആ വർക്കിനെ ഡിവൈഡ് ചെയ്തു. അതാണ് ആ പോയിന്റ് പറയുന്നത്, ഡിവിഷൻ ഓഫ് വർക്ക് അല്ലേ. കുക്കിംഗ് എന്ന് പറയുന്ന ഒരു ഡിവിഷനായിട്ടും സെർവിങ് എന്ന് പറയുന്ന മറ്റൊരു ഡിവിഷനുമായിട്ട് അതിനെ എന്ത് ചെയ്തു, സ്പ്ലിറ്റ് ചെയ്തു. ഈ ഒരു പ്രിൻസിപ്പിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറയുക. അപ്പോൾ ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറയുന്ന ആദ്യത്തെ പ്രിൻസിപ്പിളിനെ കുറിച്ച് പറയുമ്പോഴേ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടത് എന്താണ്, ഈ ഒരു ഹോട്ടലിനെ പറ്റി നിങ്ങൾ ചിന്തിക്കുക. അവിടെ നടക്കുന്ന വർക്കിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. അവിടെ നടക്കുന്ന പ്രധാനപ്പെട്ട വർക്ക് കുക്കിംഗ് ആണല്ലേ, അതുപോലെ തന്നെ അത് മറ്റുള്ളവർക്ക് സെർവ് ചെയ്യണം. ഈ രണ്ട് ടാസ്കിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു, കുക്കിങ്ങും സെർവിങ്ങുമായിട്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ആളുകൾക്ക് എഫിഷ്യൻ്റായിട്ട് അവരുടെ സർവീസ് അതുവഴി പ്രൊവൈഡ് ചെയ്യാനും സാധിക്കുന്നു. ഇനി രണ്ടാമത്തെ പ്രിൻസിപ്പിൾ എന്താണ്, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും അല്ലേ. അതോറിറ്റി എന്ന് പറയുമ്പോൾ ഒരു കാര്യം ചെയ്യാൻ അല്ലെങ്കിൽ നിർദ്ദേശം കൊടുക്കാനൊക്കെ ഉള്ള ഒരാൾക്കുള്ള അധികാരമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. ഇപ്പോൾ ഒരു സ്കൂളിൽ ഒരു ഹെഡ് മിസ്ട്രസ് അല്ലെങ്കിൽ ഒരു ഹെഡ് മാസ്റ്റർ ഉണ്ടാവും. ഹെഡ് മാസ്റ്ററിന് ടീച്ചേഴ്സിനും അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റുഡൻസിനും ഒക്കെ നിങ്ങൾ ഇന്നപോലെ കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയാനുള്ള അധികാരമുണ്ടല്ലോ, അതിനുള്ള പവറുണ്ട് അല്ലേ, ഒരു അതോറിറ്റി ഉണ്ട്. അതുപോലെ തന്നെ എല്ലാ സ്ഥാപനങ്ങളിലും ഏതൊരു ഓർഗനൈസേഷനിലും മാനേജേഴ്സിന് അതോറിറ്റി ഉണ്ട്, അധികാരമുണ്ട്. എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറയാനുള്ള അധികാരമുണ്ട്. അങ്ങനെ ഓരോരുത്തർക്കും എന്ത് ചെയ്യുന്നു, അവരവരുടെ റോൾ അനുസരിച്ച് എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഓർഡേഴ്സ് കൊടുക്കുന്നു, അല്ലെങ്കിൽ എന്തൊക്കെ ടാസ്ക്കാണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് അതിനുള്ള ഓർഡേഴ്സ് കൊടുക്കുന്നു. അതോടൊപ്പം അവരതിൻ്റെ ഉത്തരവാദിത്വവും എടുക്കുന്നു. ഇപ്പോൾ ചുരുക്കത്തിൽ ഹെൻറി ഫയോൾ പറയുന്നത് ഇതാണ്, ഒരു സ്ഥാപനത്തിൽ മാനേജേഴ്സ് എന്ത് ചെയ്യണം, അവർക്ക് അതോറിറ്റിയും ഉണ്ടാകണം, അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റിയും ഉണ്ടാവണം. എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാനൊരു സ്ഥാപനത്തിലെ മാനേജറാണെന്ന് വിചാരിക്കുക.
നിങ്ങൾ ആ സ്ഥാപനത്തിലുള്ള മറ്റ് വർക്കേഴ്സാണ്. ഞാൻ നിങ്ങൾക്ക് വർക്ക് അസൈൻ ചെയ്തു തരുന്നു. വർക്ക് അസൈൻ ചെയ്തിട്ട് ഞാൻ മാറി കയ്യും കെട്ടി നോക്കി നിന്നാൽ ശരിയാവുമോ? ഒരിക്കലുമില്ല, അല്ലേ? അപ്പോൾ അത് എഫിഷ്യൻ്റ് നടക്കണമെങ്കിൽ ഞാൻ അതിൻ്റെ റെസ്പോൺസിബിലിറ്റിയും കൂടെ ഏറ്റെടുക്കണം. അതായത് നിങ്ങളെ ഏൽപ്പിച്ച ആ ടാസ്ക് അത് കൃത്യമായി നടക്കുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്താനുള്ള റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? എനിക്കാണ്, അല്ലേ? അപ്പോൾ ഒരു മാനേജറിനെ സംബന്ധിച്ചിടത്തോളം ഫയോൾ പറയുന്നത് അദ്ദേഹത്തിന് എന്ത് വേണം? അതോറിറ്റി, അധികാരമുണ്ട്. അതുപോലെ തന്നെ എന്തിനുള്ള അധികാരമാണ്? മറ്റുള്ളവർക്ക് ടാസ്ക് അസൈൻ ചെയ്ത് കൊടുക്കാൻ, സ്പ്ലിറ്റ് ചെയ്ത് അസൈൻ ചെയ്ത് കൊടുക്കാനുള്ള അധികാരമുണ്ട്. പക്ഷെ അധികാരമുണ്ട് എന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല. ആ അസൈൻ ചെയ്ത് കൊടുത്ത ആ ടാസ്ക് കൃത്യമായിട്ട് തീരുന്നുണ്ട്, ലക്ഷ്യത്തിൽ എത്തുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്താനുള്ള റെസ്പോൺസിബിലിറ്റിയും മാനേജേഴ്സിനുണ്ട്. കണ്ടോ? അപ്പോൾ അതാണ് 2 പോയിന്റ്, അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി. ഇതാണ് ഫയോളിൻ്റെ 2ാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇനി 3ാമത്തെ എന്താണ്? ഡിസിപ്ലിൻ, അല്ലേ? അച്ചടക്കം. നമ്മൾ സ്കൂളിലൊക്കെ ധാരാളം കേട്ടിട്ടുള്ളൊരു ടേമാണ് ഡിസിപ്ലിൻ, അല്ലേ? റൂൾസ് മസ്റ്റ് ബി ഫോളോഡ് ഫോർ സ്മൂത്ത് ഓപ്പറേഷൻസ്. ചുരുക്കം പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. അതായത് നിയമങ്ങൾ അനുസരിക്കുക. ഒരു സ്ഥാപനത്തിൽ സബോർഡിനേറ്റ്സ് എന്ത് ചെയ്യണം? അവർക്ക് കിട്ടുന്ന നിർദ്ദേശങ്ങൾ, അവർക്ക് കിട്ടുന്ന ഓർഡേഴ്സ്, അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ റൂൾസ്, റെഗുലേഷൻസ്, ഇതെല്ലാം കൃത്യമായി എന്ത് ചെയ്യണം? അനുസരിക്കണം. എന്നാൽ മാത്രമേ ആ സ്ഥാപനത്തിന് എഫിഷ്യൻസി ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഫയോൾ പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുന്നു, എംപ്ലോയീസ് മസ്റ്റ് അറൈവ് ഓൺ ടൈം ആൻഡ് മീറ്റ് ഡെഡ് ലൈൻസ്. ഇപ്പോൾ 9 മണിക്കാണ് ഫാക്ടറിയുടെ വർക്ക് ആരംഭിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും 8:55 തന്നെ പഞ്ച് ചെയ്യണം. നിങ്ങൾ ഫാക്ടറിയിലേക്ക് കയറുന്നതിന് മുമ്പ് 8:55 തന്നെ പഞ്ച് ചെയ്യണം എന്നുള്ളത് ഒരുപക്ഷെ ഒരു സ്ഥാപനത്തിൻ്റെ റൂളായിരിക്കാം. ആ റൂള് എല്ലാവരും എന്ത് ചെയ്യണം? അനുസരിക്കണം. അവിടെ അച്ചടക്കം ഉണ്ടാവണം, ഡിസിപ്ലിൻ ഉണ്ടാവണം. അതുപോലെ തന്നെ ഡെഡ് ലൈൻസ് ഉണ്ടാവും. അതായത് ഇപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ജോലി, ഞാനൊരു ഫാക്ടറിയിലെ എംപ്ലോയി ആണ്, എനിക്ക് കിട്ടിയ ഒരു ജോലി അടുത്ത മാസം 5-ാം തീയതിക്ക് മുമ്പ് തീർത്തിരിക്കണം എന്ന് പറയുകയാണ്. എനിക്ക് കിട്ടിയ ഓർഡർ അതാണ്, എനിക്ക് കിട്ടിയ ടാസ്കും അതിൻ്റെ ഡെഡ് ലൈനും അതാണ്, 5-ാം തീയതിക്ക് മുമ്പ് തീർത്തിരിക്കണം എന്ന് പറയുക. അപ്പോൾ ഞാനൊരു എഫക്റ്റീവായിട്ടുള്ള ഒരു എംപ്ലോയി ആണെങ്കിൽ, ഒരു വർക്കർ ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ ഡിസിപ്ലിൻ ഉള്ള ഒരാളാണെങ്കിൽ എന്ത് ചെയ്യണം? ആ ഡെഡ് ലൈനിനകത്ത് ആ വർക്ക്, എന്നെ ഏൽപ്പിച്ച ആ ടാസ്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ഡിസിപ്ലിൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു സ്ഥാപനം നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്യണമെങ്കിൽ അവിടെ അച്ചടക്കം ഉണ്ടായിരിക്കണം. അതായത് റൂൾസും റെഗുലേഷൻസും കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. അപ്പോൾ 3 അടിസ്ഥാന തത്വങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. ആദ്യത്തേത് ഡിവിഷൻ ഓഫ് വർക്ക്, 2 അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, 3 ഡിസിപ്ലിൻ. ഇനി അടുത്തത് എന്താണെന്ന് നമുക്ക് നോക്കാം. യൂണിറ്റി ഓഫ് കമാൻഡ്, അല്ലേ? യൂണിറ്റി ഓഫ് കമാൻഡ്. അത് മനസ്സിലാക്കാൻ ഞാനൊരു എക്സാമ്പിൾ പറയാം. നിങ്ങളിപ്പോൾ ഒരു ഫാക്ടറിയിൽ ജോലി ചെയ്യുകയാണ്, ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്കൊരു മാനേജറുണ്ട്. അപ്പോൾ മാനേജർ വന്ന് നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾക്ക് 10 മണി തൊട്ട് 12 മണി വരെ ഫാക്ടറിയുടെ ഈ യൂണിറ്റിലാണ്, ഇന്ന യൂണിറ്റിലാണ് നിങ്ങൾക്ക് ജോലി എന്ന് പറയുന്നു. അപ്പോൾ ഓക്കെ, നിങ്ങൾ പറയുന്നു ചെയ്താം. 10 തൊട്ട് 12 മണി വരെ ആ യൂണിറ്റിൽ എന്ത് ചെയ്യാൻ? ജോലി ചെയ്യാനായിട്ട് പോകുന്നു. കുറച്ച് കഴിഞ്ഞപ്പം വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു മാനേജർ വന്നിട്ട് പറയുന്നു, നിങ്ങൾ ഇവിടെയല്ല ജോലി ചെയ്യേണ്ടത്, നിങ്ങൾ പുറത്തു പോയി അവിടെ നമ്മുടെ സപ്ലയേഴ്സ്, നമുക്ക് റോ മെറ്റീരിയൽസ് ഒക്കെ തരുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെ പോയി കണ്ട് അവരോട് ചില കാര്യങ്ങൾ പറയണം. നമ്മുടെ ക്വാളിറ്റി ഒന്നും ഉദ്ദേശിക്കുന്ന രീതി വരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അവരോട് പോയി സംസാരിക്കുക എന്ന് പറയുക. കുറച്ച് കഴിഞ്ഞപ്പോൾ വേറൊരു മാനേജർ വന്ന് നിങ്ങളോട് പറഞ്ഞു, ഇത് രണ്ടുമല്ല നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഇന്ന് ഉച്ച വരെ ഓഫാണ് എന്ന് പറയുക. നിങ്ങളിത് ഏതനുസരിക്കും? നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും, അല്ലേ? 3 മാനേജേഴ്സും 3 ഡയറക്ഷൻസാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ അത് നിങ്ങളുടെ എഫിഷ്യൻസിയെ ബാധിക്കും. നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവും, എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്കൊരു വ്യക്തതയില്ലാത്ത സാഹചര്യം ഉണ്ടാവും. അതുണ്ടാകരുത് എന്നാണ് ഫയോൾ പറയുന്നത്. അദ്ദേഹം പറയുന്നത് യൂണിറ്റി ഓഫ് കമാൻഡ്, അതായത് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾക്ക് ഒരു യൂണിറ്റി ഉണ്ടാകണം. ഒരു ബോസ്, അതായത് 1 ബോസ് മാത്രമേ, ഒറ്റ ബോസ് മാത്രമേ സബോർഡിനേറ്റ്സ്, എംപ്ലോയി ഷുഡ് റിസീവ് ഇൻസ്ട്രക്ഷൻസ് ഓൺലി ഫ്രം 1 ബോസ്. എംപ്ലോയീസ് അവരനുസരിക്കേണ്ടത് ഒരു ബോസിൻ്റെ ഡയറക്ഷൻ മാത്രമല്ല, ഫോളോ ചെയ്യേണ്ടത് ഒരു ബോസിൻ്റെ, ഒരു സുപ്പീരിയറുടെ ഡയറക്ഷൻ മാത്രമായിരിക്കണം എന്നാണ്. എക്സാമ്പിൾ പറയുന്നു, എ വർക്കർ
ഗെറ്റ്സ് ടാസ്ക് ഫ്രം വൺ സൂപ്പർവൈസർ നോട്ട് മൾട്ടിപ്പിൾ മാനേജേഴ്സ് എന്നാണ്. ഇനി അടുത്തതാണ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. അപ്പോൾ ഇത് രണ്ടും കേൾക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. യൂണിറ്റി ഓഫ് കമാൻഡും യൂണിറ്റി ഓഫ് ഡയറക്ഷനും രണ്ടും ഒരു യൂണിറ്റിയെക്കുറിച്ചാണ് പറയുന്നത്. പക്ഷേ അതിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്താണ്? എ ടീം ഷുഡ് വർക്ക് ടുവാർഡ് ദ സെയിം ഗോൾ അണ്ടർ വൺ പ്ലാൻ. അതായത് നമ്മൾ ഒരു ഓർഗനൈസേഷൻ എടുക്കുകയാണെങ്കിൽ അതിൽ പല ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടാവും അല്ലേ? ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരിക്കും, അങ്ങനെ പല പല ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടായിരിക്കും. ഈ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ എല്ലാം ലക്ഷ്യം എന്ന് പറയുന്നത് അത് ആ ഓർഗനൈസേഷൻ, ആ ഒരു കമ്പനിയുടെ മൊത്തത്തിലുള്ള അവരുടെ ആ ലക്ഷ്യമുണ്ടല്ലോ, കമ്പനിയുടെ ലക്ഷ്യമുണ്ടല്ലോ, ആ ലക്ഷ്യത്തിന് ചേർച്ചയിലുള്ള ലക്ഷ്യങ്ങളായിരിക്കണം ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ലക്ഷ്യവും എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് പറയുകയാണ്, നമുക്ക് നമ്മുടെ എക്സ്പെൻഡിച്ചറൊക്കെ ഒത്തിരി കൂടുന്നുണ്ട്, അതുകൊണ്ട് അനാവശ്യമായ ചിലവുകളൊക്കെ കട്ട് ചെയ്യണം എന്ന് ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് റെക്കമെൻഡ് ചെയ്യുന്നു. പക്ഷേ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നു, അവർ പ്ലാൻ ചെയ്യുന്ന അടുത്ത വർഷത്തേക്ക് വലിയൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയൊക്കെ അവർ ചെയ്യുകയാണ്. അതായത് ഒരുപാട് ബിൽ ബോർഡുകളും അതുപോലെ യൂട്യൂബിലും ടി വിയിലും ഒക്കെ ഒരുപാട് അഡ്വർടൈസ്മെൻറ്റും സ്പോൺസർഷിപ്പും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അവർ എന്ത് ചെയ്യുന്നു, പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ആ നയത്തിനൊരു വ്യതിയാനം ഉണ്ടായി അല്ലേ? ഓർഗനൈസേഷനും ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ചിലവ് ചുരുക്കണമെന്നാണ്. അപ്പോൾ അതനുസരിച്ച് ഫൈനാൻഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്യുന്നു, ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു പ്ലാൻ ഉണ്ടാക്കി ചിലവ് ചുരുക്കേണ്ടത് ഇങ്ങനെയൊക്കെയാണെന്ന് അവർ തീരുമാനിക്കുന്നു. എന്നാൽ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നു അടുത്ത വർഷത്തേക്ക് ഒരു വലിയൊരു പ്ലാനൊക്കെ അവർ സെറ്റപ്പ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്തായി? കോൺട്രഡിക്ഷൻ ഉണ്ടായി അല്ലേ? രണ്ട് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പ്രവർത്തനം എന്തായി? കോൺട്രഡിക്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അവിടെ ഒരു പ്ലാൻ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ? അപ്പോൾ ഫയോൾ പറയുന്നത് എ ടീം ഷുഡ് വർക്ക് ടുവാർഡ് ദ സെയിം ഗോൾ അണ്ടർ വൺ പ്ലാൻ. അപ്പോൾ ആ ടീം വർക്ക് ചെയ്യേണ്ടത് ഒരേ പ്ലാൻ അനുസരിച്ചായിരിക്കണം എന്നാണ്. ഇനി ഒരു ടീമിൽ തന്നെ അങ്ങനെ കോൺട്രഡിക്ഷൻ ഉണ്ടാകാം. ഇപ്പോൾ ചില ആളുകൾ ഒരു ടീമിൽ ഒരു 5-10 പേരുണ്ടെങ്കിൽ ഓരോരുത്തരുടെയും ലക്ഷ്യം ഡിഫറൻ്റ് ആണെങ്കിൽ അവർക്ക് ആ ലക്ഷ്യം അച്ചീവ് ചെയ്യാൻ സാധിക്കുമോ? പറ്റില്ല അല്ലേ? അവിടെ കോൺട്രഡിക്ഷൻ ഉണ്ടാവുന്നു. അപ്പോൾ അത് പാടില്ല. ഡയറക്ഷനിലും എന്തുണ്ടാവണം? യൂണിറ്റി ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പോൾ ഇത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, മുമ്പ് കണ്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണത്. ഈ യൂണിറ്റി ഓഫ് കമാൻഡ് എന്താണെന്ന് ചോദിക്കും, യൂണിറ്റി ഓഫ് ഡയറക്ഷൻ എന്താണെന്നും ചോദിക്കും. എന്നിട്ട് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ അത് അവർ സ്വാപ്പ് ചെയ്ത് കൊടുക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കും. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. യൂണിറ്റി ഓഫ് കമാൻഡും യൂണിറ്റി ഓഫ് ഡയറക്ഷനും അത് കേൾക്കുമ്പോൾ നമുക്ക് ഒന്നാണെന്ന് തോന്നും, പക്ഷെ അതിൽ വ്യത്യാസമുണ്ട്. യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുന്നത് എംപ്ലോയി അവരുടെ നിർദ്ദേശം ഒരാളിൽ നിന്ന് മാത്രം, ഒരു സുപ്പീരിയറിൽ നിന്ന് മാത്രമുള്ള നിർദ്ദേശങ്ങളാണ്. അതായത് പല സുപ്പീരിയേഴ്സ് ഒരു സബോർഡിനേറ്റ് ഒരേ സമയം പല നിർദ്ദേശങ്ങൾ കൊടുക്കരുത് എന്നാണ് ഈ യൂണിറ്റി ഓഫ് കമാൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ യൂണിറ്റി ഓഫ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. അവിടെ എന്താണ്? എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഒരേ ലക്ഷ്യത്തിൽ ആയിരിക്കണം പ്രവർത്തിക്കേണ്ടത്. അതായത് അവരുടെ വിഷനിലും അവരുടെ ഗോൾസിലും ഒരു കോൺട്രഡിക്ഷൻ ഉണ്ടാവരുത്. അവരുടെ പ്രവർത്തനം മുന്നോട്ടുള്ള ആ ലക്ഷ്യത്തിലേക്കുള്ള അവരുടെ ആ ഒരു ജേണി അവിടെ കോൺട്രഡിക്ഷൻ ഉണ്ടാവരുത്. ഒരേപോലെ ആയിരിക്കണം, ഒറ്റ ലക്ഷ്യം ആയിരിക്കണം, അതുപോലെ ഒറ്റ പ്ലാൻ ആയിരിക്കണം ഒരു ഓർഗനൈസേഷനിലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും. ഇനി അടുത്ത പോയിന്റിലേക്ക് നമുക്ക് പോകാം. സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ്. സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ്, അതായത് ഇതിൻ്റെ ചുരുക്കം ഇത്രയേ ഉള്ളൂ. വ്യക്തികളുടെ താല്പര്യങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് സ്ഥാപനത്തിൻ്റെ താല്പര്യങ്ങളായിരിക്കണം എന്നാണ്. ഇപ്പം ഒരു സ്ഥാപനത്തിന് അവർക്കൊരു സ്ഥാപിതമായ ഒരു താല്പര്യമുണ്ട്, അവർക്കൊരു പ്ലാൻ ഉണ്ടായിരിക്കും അല്ലേ? അത് അവർ ഓൾറെഡി ഫോർമുലേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷെ അവിടുത്തെ ഒരു മാനേജർ എന്ന നിലയിൽ എനിക്ക് ആ ഒരു പ്ലാനിനോട് വലിയ താല്പര്യമൊന്നുമില്ല, അത് വർക്കൗട്ട് ആവില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ തീരുമാനം അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായം ഞാൻ ഓർഗനൈസേഷൻ്റെ അഭിപ്രായത്തിന് മുകളിൽ നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മൾ പ്ലേസ് ചെയ്യരുത്. എന്ന് പറഞ്ഞാൽ എൻ്റെ അഭിപ്രായം ഞാൻ അടിച്ചേൽപ്പിക്കാനായിട്ട് ശ്രമിക്കരുത് എന്നുള്ളതാണ്. അതായത് ഓർഗനൈസേഷൻ്റെ ഇൻട്രസ്റ്റിനാണ് ഓരോ വ്യക്തിയും പ്രാധാന്യം കൊടുക്കേണ്ടത്. എൻ്റെ വ്യക്തി താല്പര്യങ്ങൾക്കല്ല, പകരം സ്ഥാപനത്തിൻ്റെ താല്പര്യങ്ങൾക്കാണ് എന്ത് ചെയ്യേണ്ടത്? പ്രാധാന്യം കൊടുക്കേണ്ടത്. ആൻ എംപ്ലോയി പ്രയോറിറ്റൈസസ് കമ്പനി ഡെഡ്ലൈൻസ് ഓവർ പേഴ്സണൽ പ്രിഫറൻസസ്. അതായത് ഇപ്പോൾ ഒരു കമ്പനി ഈ ഒരു ഇത് ചിലപ്പോൾ അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ടും പറയാറുണ്ട്. അതായത് എൻ്റെ ലൈഫിൽ എന്ത് സംഭവിക്കുന്നു, എൻ്റെ പ്രിഫറൻസസിനൊന്നും വലിയ താല്പര്യം, അതിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല.
കമ്പനിയുടെ താല്പര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പോൾ എൻ്റെ താല്പര്യങ്ങൾ ബലികഴിച്ചുകൊണ്ട് പോലും കമ്പനി എന്ത് ചെയ്യണം, കമ്പനിയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് ഫയോളിൻ്റെ അടുത്ത ഒരു പ്രിൻസിപ്പൾ, സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ്. നമ്മുടെ വ്യക്തി താല്പര്യങ്ങൾക്കാരുടെ നമ്മുടെ ഇൻട്രസ്റ്റിനായിരിക്കരുത്, പകരം സ്ഥാപനത്തിൻ്റെ ഇൻട്രസ്റ്റിനായിരിക്കണം നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നുള്ളത്. ഇനി അടുത്ത പ്രിൻസിപ്പളിലേക്ക് പോകാം. റെമ്യൂണറേഷൻ. എന്താണ് റെമ്യൂണറേഷൻ? സാലറി അല്ലെങ്കിൽ വേജ് എന്നൊക്കെ നമ്മൾ പറയും അല്ലേ. നിങ്ങളൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റെമ്യൂണറേഷൻ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അത് നിങ്ങളെ ശരിക്കും സാറ്റിസ്ഫൈ ചെയ്യില്ലേ? നിങ്ങൾ ആഗ്രഹിക്കുന്ന അത്രയും ശമ്പളം നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര സന്തോഷം തോന്നും. അപ്പോൾ ഫയോൾ പറയുന്നത് ഒരു ഫെയർ ആയിട്ടുള്ള പേയ്മെൻറ്റ്, അതായത് ഓരോ എംപ്ലോയിക്കും എന്ത് ചെയ്യണം, ഫെയർ ആയിട്ടുള്ള ന്യായമായ റെമ്യൂണറേഷൻ കിട്ടിയിരിക്കണം. അതൊരു പ്രിൻസിപ്പിളായിട്ടാണ് ഫയോൾ പറഞ്ഞിരിക്കുന്നത്. വർക്കേഴ്സ് ഗെറ്റ് ബോണസസ് ഫോർ ഗുഡ് പെർഫോമൻസ്. അതായത് ഒരു എക്സാമ്പിളായിട്ട് പറയുന്നതാണ്, ഒരു വർക്കർ ഒരു വർഷം മുഴുവൻ എന്ത് ചെയ്യുന്നു, ജോലി ചെയ്യുന്നു അല്ലേ. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട ഉത്സവകാലങ്ങളൊക്കെ വരുമ്പോൾ, ഇപ്പം ഓണം അല്ലെങ്കിൽ ക്രിസ്മസ് അങ്ങനെയുള്ള സമയങ്ങളൊക്കെ വരുമ്പോൾ ബോണസ് കിട്ടുമ്പം അവർക്കത് എന്താണ്, ഒരു സന്തോഷമാണല്ലേ. അവർക്കും അവരുടെ ഫാമിലിക്കും ഒക്കെ ആ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യുന്നു, കൂടുതൽ സാധനങ്ങൾ വാങ്ങിക്കാനോ അല്ലെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കാനോ ഒക്കെ അത് അവരെ സഹായിക്കും. അപ്പോൾ അങ്ങനെ ന്യായമായ ഒരു റെമ്യൂണറേഷൻ എപ്പോഴും കൊടുക്കേണ്ടതുണ്ട്. കാരണം അങ്ങനെ ഒരു റെമ്യൂണറേഷനിലൂടെയാണ് എംപ്ലോയീസിൻ്റെ സാറ്റിസ്ഫാക്ഷൻ വളർത്താനായിട്ട് സാധിക്കുന്നതെന്നാണ് ഫയോൾ പറഞ്ഞിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അടുത്ത പോയിന്റ് അതാണ്, ഫെയർലി പെയ്ഡ് ഫോർ ദ വർക്ക്. അത് റെമ്യൂണറേഷൻ എന്ന് പറയുമ്പോഴേ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ട പോയിന്റ് അതാണ്, വേർഡ് അതാണ്, ഫെയർ പേയ്മെൻറ്റ് എന്നുള്ളതാണ്. അതായത് ഒരു ജോലിക്ക് ഒരു വർക്കറിന് ന്യായമായ അളവിലുള്ള എന്ത് കിട്ടിയിരിക്കണം, പേയ്മെൻറ്റ് കിട്ടിയിരിക്കണം. അതാണ് ഈ റെമ്യൂണറേഷൻ എന്ന ഈ ഒരു പ്രിൻസിപ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് ഫയോൾ പറയുന്നത് എന്താണ്, സെൻട്രലൈസേഷനും ഡീസെൻട്രലൈസേഷനും. കേന്ദ്രീകരണവും വികേന്ദ്രീകരണവും അല്ലേ. സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഡിസിഷൻ മേക്കിംഗ്, ഒരു കമ്പനിയിലെ എല്ലാ കാര്യങ്ങളും ടോപ്പ് മാനേജ്മെൻറ്റ് മാത്രം തീരുമാനിക്കുകയാണെങ്കിൽ അത് എത്രത്തോളം എഫക്റ്റീവായിരിക്കും? അവിടെ എന്തെങ്കിലും കാര്യങ്ങൾ നടപ്പാക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ. ഇപ്പം നിങ്ങളുടെ വ്യക്തിപരമായ കാര്യം തന്നെ എടുക്കുക, നിങ്ങൾക്കും പല കാര്യങ്ങളിലും പരിമിതി ഉണ്ടായിരിക്കും അല്ലേ. ഇപ്പോൾ ചില കാര്യങ്ങൾ, ഇപ്പം നിങ്ങൾക്ക് ഒരു ദിവസം ക്ലാസ്സുകളുണ്ടാകാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ പാർട്ട് ടൈം ജോലി ചെയ്യുന്നുണ്ടാകാം, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ എല്ലാം കൂടെ ഒറ്റ ആൾ തന്നെ ചെയ്യുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഒരു മടുപ്പൊക്കെ തോന്നാറുണ്ട്. അത് സ്വാഭാവികമാണ് അല്ലേ. അപ്പോൾ ഒരു കമ്പനിയിലാണെങ്കിൽ അത് കൂടുതൽ ആ കമ്പനിയുടെ ഇൻട്രസ്റ്റിനെ അത് ബാധിക്കും. അതായത് എല്ലാ കാര്യങ്ങളും ഒരാൾ തന്നെ ഒരൊറ്റ പോയിന്റിൽ മാത്രം ഫോക്കസ് ചെയ്യുമ്പം സെൻട്രലൈസേഷൻ അത് മാത്രമാണെങ്കിൽ അത് ആ കമ്പനി എന്ത് ചെയ്യും, ബാധിക്കും. അപ്പോൾ സെൻട്രലൈസേഷൻ ആവശ്യമാണ്. പ്രധാനപ്പെട്ട ഡിസിഷൻസ് എടുക്കുന്ന കാര്യത്തിലൊക്കെ അവിടെ എന്ത് വേണം, സെൻട്രലൈസേഷൻ വേണം. അതുപോലെ തന്നെ ഡീസെൻട്രലൈസേഷനും വേണം എന്നാണ് ഫയോൾ പറയുന്നത്. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എ CEO മേക്സ് ബിഗ് ഡിസിഷൻസ്, വലിയ വലിയ തീരുമാനങ്ങളൊക്കെ ഒരു CEO എടുക്കുന്നു. എന്നാൽ മാനേജേഴ്സ് എന്ത് ചെയ്യുന്നു, ഡെയിലി ടാസ്കുകൾ. ഇപ്പം ഞാനൊരു കമ്പനിയുടെ CEO ആണെന്ന് വിചാരിക്കുക, കമ്പനി എക്സ്പാൻഡ് ചെയ്യണോ, വേറൊരു രാജ്യത്തേക്കും കൂടെ പ്രവർത്തനം വ്യാപിപ്പിക്കണോ, അല്ലെങ്കിൽ പുതിയൊരു ബ്രാഞ്ച് തുടങ്ങണോ, ഇങ്ങനെയുള്ള ബ്രാഞ്ച് എന്ന് ഇൻ എ സെൻസ് അതായത് ഒരു പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യണോ, അല്ലെങ്കിൽ പുതിയൊരു ഫാക്ടറി സ്ഥാപിക്കണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ടോപ്പ് മാനേജ്മെൻ്റ് ആണ് എന്ത് ചെയ്യുന്നത്, തീരുമാനിക്കുന്നത്. എന്നാൽ മാനേജർമാരെന്ത് ചെയ്യും, അവരുടെ കീഴിലുള്ള വർക്കേഴ്സ് ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ, ടാസ്കുകൾ എന്തൊക്കെയാണെന്നുള്ളത് അവരാണ് അസൈൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ അവരത് ഇവാലുവേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ സെൻട്രലൈസേഷനും ഡീസെൻട്രലൈസേഷനും അത് തമ്മിലൊരു ഇക്വിലിബ്രിയം, അതായത് കറക്റ്റായിട്ടുള്ള പ്രപ്പോർഷനിൽ ഒരു സ്ഥാപനത്തിൽ ഉണ്ടായിരിക്കണം. സെൻട്രലൈസേഷനും ഡീസെൻട്രലൈസേഷനും ഇത് രണ്ടും ഒരു സ്ഥാപനത്തിൽ ഒരു ഹെൽത്തി പ്രപ്പോർഷനിൽ ഉണ്ടായിരിക്കണം എന്നാണ് ഫയോൾ പറയുന്നത്. ഇനി അടുത്തതാണ് സ്കാലർ ചെയിൻ. സ്കാലർ ചെയിനും ധാരാളം കണ്ടിട്ടുള്ള ഒരു ടേമാണ് എക്സാംസിന്. സ്കാലർ ചെയിൻ എന്ന് പറയുന്നത് എ ക്ലിയർ ഹൈറാർക്കി എൻഷുവേഴ്സ് സ്മൂത്ത് കമ്മ്യൂണിക്കേഷൻ. അതായത് ഒരു സ്ഥാപനത്തിൽ ഒരു ഹൈറാർക്കി ഉണ്ടായിരിക്കണമെന്നാണ് ഈ പറയുന്നത്. ഹൈറാർക്കി എന്ന് പറയുമ്പോൾ ഇതൊരു ട്രയാങ്കിളാണ്. മേളിൽ ടോപ്പ് മാനേജ്മെൻറ്റ് വരുന്നു, താഴെ മിഡിൽ മാനേജ്മെൻറ്റ്, താഴെയാണ് ഓപ്പറേഷണൽ അല്ലെങ്കിൽ ലോവർ ലെവൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ
ഈ എ എന്ന് പറയുന്ന ടോപ്പ് മാനേജ്മെൻറ്റ്, ബി എന്ന് പറയുന്ന ലോവർ മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ്, സി എന്ന് പറയുന്ന ലോവർ ലെവൽ മാനേജ്മെൻറ്റ്, അങ്ങനെ സങ്കല്പിക്കുക. അപ്പോൾ ഈ എ എന്ത് ചെയ്യുന്നു, ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് ബിയോട് പറയുന്നു. കമ്മ്യൂണിക്കേഷൻ പോകുന്ന പ്രോസസ്സാണ്. ഈ ബി എന്ത് ചെയ്യുന്നു, അത് സിയോട് പറയുന്നു. ഇതാണ് അതിൻ്റെ ഫ്ലോ. ഈ സി എന്ത് ചെയ്യുന്നു, സി തിരിച്ച് ബിക്ക് കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു, ബി അത് എക്ക് റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം, ഇതിനൊരു ഫ്ലോ ഉണ്ട്, ഒരു സ്മൂത്ത് ഫ്ലോ ഉണ്ട് അല്ലേ. ഇപ്പം അതിന് പകരം ഇങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കുക. എ എന്ത് ചെയ്യുന്നു, നേരിട്ട് സിയോട് കാര്യങ്ങൾ പറയുന്നു, സി നേരെ ബിയോട് പറയുന്നു. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു, തീരുമാനം ബി അറിഞ്ഞില്ല അല്ലേ, സി ആണ് അറിഞ്ഞത്. സി ബിയോട് ചോദിച്ചപ്പോൾ ബിക്ക് കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ അവിടെ കമ്മ്യൂണിക്കേഷൻ ഫ്ലോ ഉണ്ടോ, ഇല്ല. ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് സംഭവിച്ചു. ഇതിനെയാണ് നമ്മൾ സ്കാലർ ചെയിൻ, അതായത് ഒരു കറക്റ്റ് ഫ്ലോ വേണം എന്ന് പറയുന്നു. അതിനെയാണ് നമ്മൾ സ്കാലർ ചെയിൻ, അതായത് ആശയവിനിമയത്തിൻ്റെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ചെയിൻ ഉണ്ടായിരിക്കണം ഏതൊരു സ്ഥാപനത്തിലും. അപ്പം കമ്മ്യൂണിക്കേഷൻ സ്മൂത്ത് ആണെങ്കിൽ മാത്രമേ അത് എഫക്റ്റീവ് ആവുകയുള്ളൂ എന്നാണ് പറയുന്നത്. എ ജൂനിയർ എംപ്ലോയി റിപ്പോർട്ട്സ് ടു ദെയർ മാനേജർ, നോട്ട് ഡയറക്ട്ലി ടു ദ സിഇഒ. ഒരു ജൂനിയർ എംപ്ലോയി മാനേജറോടാണ് റിപ്പോർട്ട് ചെയ്യുന്നത്, അല്ലാതെ ആരോടല്ല, ആ സ്ഥാപനത്തിൻ്റെ സിഇഒയോടല്ല എന്നാണ്. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഫ്ലോ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യത്തുള്ളൂ, കൺവേ ചെയ്യപ്പെടുകയുള്ളൂ. അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന കാര്യം അച്ചീവ് ചെയ്യാൻ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്കാലർ ചെയിൻ ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. ഇനി ഫയോളുടെ അടുത്ത പ്രിൻസിപ്പിൾസിലേക്ക് പോകാം. അടുത്തതാണ് ഓർഡർ അല്ലേ. എന്താണ് ഓർഡർ എന്ന് പറയുന്നത്? നമ്മളോട് പേരൻസൊക്കെ അല്ലെങ്കിൽ ടീച്ചർമാരൊക്കെ പറയാറുണ്ട്, നിങ്ങൾ അടുക്കും ചിട്ടയുള്ളവരായിരിക്കണമെന്ന് അല്ലേ. അതുതന്നെയാണ് ഫയോളും പറയുന്നത്. എവറിത്തിങ് ആൻഡ് എവറി വൺ ഷുഡ് ബി ഇൻ ദ റൈറ്റ് പ്ലേസ്. ഇതാണ് എൻ്റെ കറക്റ്റ് ടേം, ഓർത്തിരിക്കേണ്ട ടേം അതാണ്. എവറിത്തിങ് ആൻഡ് എവറി വൺ ഷുഡ് ബി ഇൻ ദ റൈറ്റ് പ്ലേസ്. അതായത് ഇപ്പം നമ്മളൊക്കെ പഠിക്കാനായിട്ട് ഏതെങ്കിലും ഒരു ടേബിളിൽ ഇരിക്കുക അല്ലേ, ഒരു ടേബിളും ചെയറും ഉണ്ടാവും. ഈ ടേബിളിൽ എല്ലാ കാര്യങ്ങളും മെസ്സായി കിടക്കുകയാണെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? നിങ്ങൾക്ക് പറ്റില്ല, നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നും അല്ലേ. എവിടെ ഇരിക്കുന്നത് നമുക്കറിയത്തില്ല, അത് തപ്പി കുറേ എന്ത് ചെയ്യും, സമയം കളയും. അതാണ് ഫയോള് പറയുന്നത്. എല്ലാ കാര്യങ്ങളും അതാതിൻ്റെ സ്ഥലത്ത് വെച്ചാൽ മാത്രമേ നമുക്ക് സമയനഷ്ടം കൂടാതെ വർക്ക് തീർക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ എന്ത് പറ്റും, ഈ സാധനം കണ്ടുപിടിക്കാൻ തന്നെ എന്ത് ചെയ്യും, ഒരുപാട് സമയം നമ്മൾ നഷ്ടപ്പെടുത്തേണ്ടി കളയും. ഇപ്പോൾ ഒരു ചെറിയ വർക്ക്ഷോപ്പ് തന്നെ നിങ്ങൾ ചിന്തിച്ച് നോക്കുക. ഓരോ ടൈപ്പ് സ്ക്രൂ ഡ്രൈവേഴ്സ് ഉണ്ട്, സ്പാനേഴ്സ് ഉണ്ട് അല്ലേ, ഓരോ തരത്തിലുള്ള ഉപകരണങ്ങളുള്ള ഈ ഉപകരണങ്ങളെല്ലാം വാരി വലിച്ചിടുകയാണെങ്കിൽ ഒരു വർക്ക്, ഒരു കാറിൻ്റെ റിപ്പയർ നമുക്ക് വന്നാൽ അത് ടൈംലി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം ഈ ഉപകരണങ്ങൾ തപ്പി തന്നെ കുറേ സമയം പോകും. അപ്പം അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അതിൻ്റെ അടുക്കും ചിട്ടയോടെയും അതാത് സ്ഥാനത്ത് തന്നെ വെക്കണം. അത് വർക്കിൻ്റെ എഫിഷ്യൻസി കൂട്ടുമെന്നാണ് ഫയോള് പറയുന്നത്. അതാണ് അടുത്തൊരു പ്രിൻസിപ്പിൾ. എന്താണ്? ഓർഡർ. അടുത്തതാണ് ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ എംപ്ലോയീസിനോടെല്ലാം എല്ലാവരെയും ഒരേപോലെ കാണേണ്ടതുണ്ട്. അവിടെ ഒരു പ്രജുഡൈസ്, ഒരു മുൻവിധിയോ അല്ലെങ്കിൽ സ്വന്തം ആൾക്കാരോട് അല്ലെങ്കിൽ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊരു എന്തെങ്കിലുമൊക്കെ ഒരു ഫേവറിറ്റിസം അത് ചെയ്ത് കൊടുക്കുന്നത്, അങ്ങനെ ചെയ്യാൻ പാടില്ല. പ്രൊമോഷൻ പോലെയുള്ള കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ പറയുന്നു, പ്രൊമോഷൻസ് ആർ ബേസ്ഡ് ഓൺ മെറിറ്റ് എന്നാണ്. എല്ലാവരെയും ഒരുപോലെ കാണണം, മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം കാണേണ്ടത്. അല്ലാതെ അവിടെ നമ്മൾ എന്ത് ചെയ്യരുത്, പക്ഷാഭേദം കാണിക്കരുത്. എല്ലാ എംപ്ലോയീസിനെയും ഒരേപോലെ കാണുകയും അവർക്ക് വേണ്ട പരിഗണന കൊടുക്കുകയും ചെയ്താൽ മാത്രമേ എംപ്ലോയീസിന് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുന്നു. ഇനി അടുത്തതാണ് സ്റ്റെബിലിറ്റി ഓഫ് ടെന്വർ. എന്താണ് സ്റ്റെബിലിറ്റി ഓഫ് ടെന്വർ? അത് മനസ്സിലാക്കാൻ ഒരു എക്സാമ്പിൾ ചിന്തിക്കാം നമുക്ക്. ഇപ്പം നിങ്ങളൊരു ഓഫീസിൽ ജോലി ചെയ്യുന്ന സമയത്ത് നിങ്ങളെ ആദ്യം ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ കൊണ്ടിരുത്തി. ഇപ്പോൾ ഉദാഹരണത്തിന് അക്കൗണ്ട്സിൽ കൊണ്ടിരുത്തി എന്ന് വിചാരിക്കുക. ഒരു മാസം കഴിഞ്ഞപ്പോൾ നിങ്ങളെ അവിടുന്ന് മാറ്റി മാർക്കറ്റിംഗ് കൊണ്ടിരുത്തി. ഒരു മാസം കഴിഞ്ഞപ്പോൾ അവിടുന്ന് നിങ്ങളെ അവിടുന്ന് മാറ്റി ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റിൽ കൊണ്ടിരുത്തി. അവിടുന്ന് കുറച്ച് കഴിയുമ്പോൾ നിങ്ങളെ പ്രൊക്യൂർമെൻറ്റ്, റോ മെറ്റീരിയൽസൊക്കെ എടുക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൊണ്ടിരുത്തി. അപ്പോൾ ഏതെങ്കിലും വർക്കിൽ നിങ്ങൾക്ക് സ്പെഷ്യലൈസ് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വർക്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാനോ ആ വർക്കിൽ കൂടുതൽ മാസ്റ്റർ ചെയ്യാനോ നിങ്ങൾക്ക് സാധിക്കുമോ? പറ്റില്ല അല്ലേ.
അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയിൽ നിങ്ങളുടെ പ്രാവീണ്യം തെളിയിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. അപ്പോൾ ഒരു എംപ്ലോയി എന്ന് പറയുന്ന ആ ഒരു റിസോഴ്സിന് അവിടെ ഒരു വേസ്റ്റേജ് സംഭവിക്കുക അല്ലേ. കാരണം നിങ്ങൾക്ക് ഒരു ജോലിയും നന്നായിട്ട് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ ഫയോൾ പറയുന്നത് ടെന്വർ, അതായത് ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ ടെന്വർ, അതായത് ആ കാലഘട്ടം അത് കുറച്ചധികം ഉണ്ടായിരിക്കണം, അതിനൊരു സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കണം. എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യരുത്, മാറ്റിക്കൊണ്ടിരിക്കരുത് എന്നാണ്. കാരണം അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ ജോലിക്കാരുടെ പെർഫോമൻസ്, അവരുടെ എഫിഷ്യൻസി എന്ത് ചെയ്യുന്നു, അത് ബാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു എംപ്ലോയറുടെ ടെന്വറിന് ഒരു ഡിപ്പാർട്ട്മെൻറ്റിലോ ഏതെങ്കിലും ഒരു മേഖലയിലോ ഒക്കെ ഉള്ള ഒരു ടെന്വറിന് സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കണം, അതിനൊരു സ്ഥിരത ഉണ്ടായിരിക്കണം എന്നാണ് ഫയോൾ പറയുന്നത്. ഇനി അടുത്തതാണ് ഇനീഷ്യേറ്റീവ്. എൻകറേജ് എംപ്ലോയീസ് ടു സജസ്റ്റ് ആൻഡ് ടേക്ക് ആക്ഷൻ. അതായത് എംപ്ലോയീസിനെ കൂടെ പരിഗണിക്കണം, അവരുടെ താല്പര്യങ്ങൾ കൂടെ എന്ത് ചെയ്യണം, നമ്മൾ പരിഗണിക്കണം. അതുപോലെ ചില കാര്യങ്ങൾ സംബന്ധിച്ച് അവർക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടായിരിക്കും. ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ, ഒരു ഫാക്ടറിയിലെ ഒരു പ്രോസസ്സ് കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്താൽ മതിയാകും എന്നൊരു അഭിപ്രായം ചിലപ്പോൾ ഒരു ജോലിക്കാരൻ, ഒരു വർക്കർ പറഞ്ഞേക്കാം. അപ്പോൾ നിങ്ങളൊരു വർക്കറാണ്, നിങ്ങളുടെ അഭിപ്രായം ഇവിടെ പറയേണ്ട കാര്യമില്ല, എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം എന്ന് പറയാൻ പാടില്ല. ഈ വർക്കറിനെയും കൂടെ എന്ത് ചെയ്യണം, ഉൾപ്പെടുത്തണം. അവരുടെ അഭിപ്രായങ്ങൾ പറയാനും അതിൽ കഴമ്പുണ്ടെങ്കിൽ അത് നടപ്പാക്കാനും മാനേജ്മെൻറ്റ് എന്ത് ചെയ്യണം, തയ്യാറാകണമെന്നാണ് ഹെൻറി ഫയോൾ പറയുന്നത്. എ വർക്കർ പ്രപ്പോസസ് എ ന്യൂ ഐഡിയ ടു ഇംപ്രൂവ് സെയിൽസ്. ഇപ്പോൾ സെയിൽസുമായിട്ട് ബന്ധപ്പെട്ട് വിൽപ്പന കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു വർക്കർ ഒരു ഐഡിയ പറഞ്ഞു. അപ്പോൾ പറയുകയാണ്, നീ ഈ സെയിൽസിലുള്ള ആളല്ലല്ലോ, അപ്പോൾ നീ ആ കാര്യത്തിൽ അഭിപ്രായം ഒന്നും പറയണ്ട എന്ന് പറയരുത്. പകരം അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തെ മാനിക്കുക, അദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ അതനുസരിച്ച് പ്രവർത്തിക്കുക. അങ്ങനെ ചെയ്താലുള്ള ഗുണം എന്താണ്, ഈ വർക്കറിന് ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നും അല്ലേ. ഞാൻ ഈ ഒരു ഓർഗനൈസേഷന് വേണ്ടപ്പെട്ട ഒരാളാണ് എന്നൊരു ചിന്ത, അതുവഴി ആ ഓർഗനൈസേഷനോടൊരു ലോയാലിറ്റി തോന്നാനായിട്ട് അത് ഇടയാക്കും. ആ ഒരു എംപ്ലോയി എന്ത് ചെയ്യും, ഓർഗനൈസേഷന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ ആ വ്യക്തി തയ്യാറാവും, ആ എംപ്ലോയി തയ്യാറാവും. ഇനി അടുത്തതാണ് എസ്പിരിറ്റ് ഡി കോർപ്സ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം, എസ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ സ്പിരിറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഹാർമണി ഉണ്ടാകണം. അതായത് മാനേജ്മെൻറ്റും അതുപോലെ തന്നെ വർക്കേഴ്സും തമ്മിൽ എപ്പോഴും എന്തുണ്ടാകണം, കോൺഫ്ലിക്റ്റ് ഉണ്ടാകാൻ പാടില്ല. അവരെപ്പോഴും രമ്യതയിലായിരിക്കണം. എന്ന് വെച്ചാൽ അവർ തമ്മിലൊരു നല്ല റിലേഷൻഷിപ്പിലായിരിക്കണം. ഇപ്പം ഒരു സ്ഥാപനത്തിൽ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് രണ്ട് മാനേജേഴ്സ് ഉണ്ട്. ഈ രണ്ട് മാനേജേഴ്സും തമ്മിൽ എപ്പോഴും പ്രശ്നങ്ങളാണെങ്കിൽ, ഡിസ്പ്യൂട്ടാണെങ്കിൽ അവിടെ എഫിഷ്യൻസി ഉണ്ടാവുമോ? ഇല്ല. അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നും അച്ചീവ് ചെയ്യാൻ അവർക്ക് കഴിയില്ല. കാരണം ഇവരുടെ പ്രശ്നം കഴിഞ്ഞിട്ട് ഇവർക്ക് കമ്പനിയിലെ വർക്കൊന്നും ചെയ്യാൻ സമയം കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകരുത്. ഒരു ടീം വർക്ക് അല്ലെങ്കിൽ ഒരു ടീം സ്പിരിറ്റ് എപ്പോഴും എന്ത് ചെയ്യണം, ഈ ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ടീം വർക്ക് ആൻഡ് ഹാർമണി ബൂസ്റ്റ് മൊറൈൽ. അതായത് ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാൻ ആളുകൾക്ക് ഒരു താല്പര്യം തോന്നും എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് ഹെൻറി ഫയോളിൻ്റെ 14 പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് ഒന്നും കൂടെ റിവ്യൂ ചെയ്യാം. ആദ്യത്തേത് എന്താണ്, ഡിവിഷൻ ഓഫ് വർക്ക്. ജോലിയെ എന്ത് ചെയ്യുക, വിഭജിച്ച് കൊടുക്കുക. വ്യക്തികൾക്ക് ഒരുപാട് ജോലി കൊടുത്ത് അവരെ ബേർഡൻ ചെയ്യുന്നതിന് പകരം വ്യക്തികൾക്ക് അവരവരുടെ ടാസ്കുകൾ വിഭജിച്ച് കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ അത് തീർക്കാനും അതിൽ നിന്ന് ഒരു സെൻസ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഈ എംപ്ലോയീസിന് കിട്ടാനും കഴിയുമെന്നാണ് ഫയോൾ പറയുന്നത്. അടുത്തത് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. മാനേജേഴ്സിന് എന്തുണ്ട്, നിർദ്ദേശങ്ങൾ കൊടുക്കാൻ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ്, ഡയറക്ഷൻ കൊടുക്കാനുള്ള അതോറിറ്റി ഉണ്ട്. എന്നാൽ അതോറിറ്റി മാത്രം പറ്റില്ല, റെസ്പോൺസിബിലിറ്റിയും ഉണ്ട്. ഈ അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും ശരിക്കും ഒരു കോയിൻ്റെ, ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ പോലെയാണ്. നമുക്ക് ഒരാൾക്ക് അതോറിറ്റി മാത്രമായിട്ടും കൊടുക്കാൻ കഴിയില്ല, ഒരാൾക്ക് റെസ്പോൺസിബിലിറ്റി മാത്രമായിട്ടും കൊടുക്കാൻ കഴിയില്ല. ഇപ്പം നമുക്ക് ഒരാൾക്ക് ഒരു നാണയത്തിൻ്റെ ഒരു വശം മാത്രം കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. ഒരു നാണയം കൊടുക്കുമ്പം അതിന് രണ്ട് വശമായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. എന്ന് പറയുന്നത് പോലെ ഒരു മാനേജർക്ക് എന്തുണ്ട്, അതോറിറ്റിയും ഉണ്ട്, റെസ്പോൺസിബിലിറ്റിയും ഉണ്ട്, അധികാരവും ഉണ്ട്, നിർദ്ദേശങ്ങൾ കൊടുക്കാനുള്ള അധികാരവും ഉണ്ട്. അതോടൊപ്പം ആ നിർദ്ദേശങ്ങളൊക്കെ നടപ്പാകുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്വം, റെസ്പോൺസിബിലിറ്റിയും ആർക്കുണ്ട്, മാനേജേഴ്സിനുണ്ട്. ഇനി അടുത്തതാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഡിസിപ്ലിൻ എന്ന് വെച്ചാൽ എന്താണ്, അച്ചടക്കം ഉണ്ടായിരിക്കണം. ഒരു സ്ഥാപനത്തിൽ കാര്യക്ഷമമായ കാര്യങ്ങൾ നടക്കണമെങ്കിൽ റൂൾസും റെഗുലേഷൻസും അനുസരിക്കണം. അതുവഴി ഡിസിപ്ലിൻ അച്ചീവ് ചെയ്താൽ മാത്രമേ സ്ഥാപനം പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുള്ളൂ. അടുത്തതാണ് യൂണിറ്റി ഓഫ് കമാൻഡ്.
ഒരു സബോർഡിനേറ്റിന് ഒരേ സമയം പല സുപ്പീരിയേഴ്സിൽ നിന്ന് നിർദ്ദേശങ്ങൾ കിട്ടാൻ പാടില്ല, ഇൻസ്ട്രക്ഷൻസ് കിട്ടാൻ പാടില്ല. ഒരു ബോസിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സുപ്പീരിയറിൽ നിന്ന് മാത്രമേ ഒരു സബോർഡിനേറ്റ് അറ്റ് എ ടൈം എന്ത് ചെയ്യാൻ പാടുള്ളൂ, കമാൻഡ് കിട്ടാൻ പാടുള്ളൂ, അതായത് ഇൻസ്ട്രക്ഷൻസ് കിട്ടാൻ പാടുള്ളൂ. ഇനി അടുത്തതാണ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷനിലെ പല ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടാവുമല്ലോ. ഈ പല ഡിപ്പാർട്ട്മെൻറ്റുകളും പല വഴിക്ക് പോകരുതെന്നാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം. അവർക്കെല്ലാവർക്കും ഒരു പ്ലാനും ഒരു ഗോളുമായിരിക്കണം. അടുത്തതാണ് സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ്. സ്ഥാപനത്തിൻ്റെ താല്പര്യത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്, അല്ലാതെ ഒരു വ്യക്തിയുടെ താല്പര്യത്തിനല്ല. വ്യക്തി താല്പര്യങ്ങൾക്കല്ല പ്രാധാന്യം, പകരം എന്തിനാണ്, സ്ഥാപനത്തിൻ്റെ താല്പര്യത്തിനാണ്. അടുത്തതാണ് റെമ്യൂണറേഷൻ. ഓരോ എംപ്ലോയിക്കും അവർ അർഹിക്കുന്ന ന്യായമായ റെമ്യൂണറേഷൻ കിട്ടിയിരിക്കണം. അത് അവർക്കൊരു സെൻസ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ കൊടുക്കും, അത് കൂടുതൽ നന്നായി പെർഫോം ചെയ്യാൻ അവരെ സഹായിക്കുകയും ചെയ്യും. അടുത്തതാണ് സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. സെൻട്രലൈസേഷനും ഡീസെൻട്രലൈസേഷനും അല്ലേ. ഒരു സ്ഥാപനത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യത്തിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ അത് ഒരു സെൻട്രലൈസ്ഡ് പോയിന്റിൽ നിന്നായിരിക്കണം വരേണ്ടത്. എന്നാൽ അത്ര പ്രാധാന്യമില്ലാത്ത ചെറിയ ചെറിയ ടാസ്കുകളൊക്കെ കൊടുക്കുന്നത് പോലെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ ലോവർ അല്ലെങ്കിൽ ഓപ്പറേഷണൽ ലെവൽ മാനേജേഴ്സൊക്കെ ചെയ്താലും മതിയാവും. അപ്പം ഒരേ സമയം സെൻട്രലൈസേഷനും ഡീസെൻട്രലൈസേഷനും അതൊരു കറക്റ്റ് പ്രപ്പോർഷനിൽ ഉണ്ടെങ്കിലേ ഒരു സ്ഥാപനം നന്നായിട്ട് റൺ ചെയ്യുകയുള്ളൂ എന്നാണ് ഫയോൾ പറയുന്നത്. അടുത്തതാണ് സ്കാലർ ചെയിൻ. ഈ സ്കാലർ ചെയിൻ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു കാര്യം ഈ കമ്മ്യൂണിക്കേഷനാണ്. സ്കാലർ ചെയിൻ എന്ന് പറയുമ്പോൾ തന്നെ കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയവുമായി ബന്ധപ്പെട്ട ഒരു പ്രിൻസിപ്പിളാണെന്ന് നിങ്ങൾ ഓർത്തിരിക്കുക. സ്കാലർ ചെയിൻ എന്ന് പറഞ്ഞാൽ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയവുമായി ബന്ധപ്പെട്ട ഒരു ടേമാണ് ഈ സ്കാലർ ചെയിൻ എന്ന് പറഞ്ഞാൽ. അതായത് ഒരു സ്ഥാപനത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ അതൊരു പ്രോപ്പർ ഫ്ലോ ആയിരിക്കണം, കൃത്യമായ ഒരു ഫ്ലോ അതിനുണ്ടായിരിക്കണം എന്നുള്ളതായി. അപ്പോൾ അവിടെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വന്നാൽ അതെന്ത് ചെയ്യും? അത് വർക്ക് ഫ്ലോയെയും അതുപോലെ തന്നെ കമ്പനിയുടെ എഫിഷ്യൻസിയെയും അത് ബാധിക്കും. അടുത്തതാണ് ഓർഡർ. ഓർഡർ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അടുക്കും ചിട്ടയോടെയും വേണം വെക്കാൻ. ഫാക്ടറിയിൽ ധാരാളം ഉപകരണങ്ങൾ ഉണ്ടായിരിക്കും. ഈ ഉപകരണങ്ങൾക്കെല്ലാം അതിനുവേണ്ടി ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള അസൈൻഡ് ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ആ സ്ഥലങ്ങളിൽ തന്നെ വെക്കാവുള്ളൂ. അവിടുന്ന് മാറ്റി വെക്കാനായിട്ട് പാടില്ല. കാരണം അവിടുന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആ വർക്കിൻ്റെ ആ എഫിഷ്യൻസി അതെന്ത് ചെയ്യും? ബാധിക്കും. കൂടുതൽ സമയം ഈ സാധനം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഒരാൾക്ക് ചിലവഴിക്കേണ്ടി വരുന്നത്. അപ്പോൾ അത് അയാളുടെ വർക്കിൻ്റെ എഫിഷ്യൻസിയും എന്ത് ചെയ്യുന്നു? ബാധിക്കുന്നു. അങ്ങനെ ആ ഓർഗനൈസേഷൻ്റെ ഓവറോൾ എഫിഷ്യൻസിയെ അത്, കാര്യക്ഷമതയെ അത് ബാധിക്കും. അടുത്തതാണ് ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഒരേപോലെ, എംപ്ലോയീസിനെ എല്ലാവരെയും ഒരേപോലെ വേണം കാണാൻ. അവിടെ ആളുകളോട് ഒരു തരംതിരിവ് നമ്മൾ കാണിക്കാൻ പാടില്ല. മാനേജേഴ്സ് സബോർഡിനേറ്റ്സിനോട് എന്ത് കാണിക്കാൻ പാടില്ല? ഒരു ഡിസ്ക്രിമിനേഷൻ കാണിക്കരുത്. ഒരു മുൻവിധിയോടെ ആളുകളോട് ഇടപെടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. എല്ലാവരെയും ഒരേപോലെ വേണം കാണാൻ. അടുത്തതാണ് സ്റ്റെബിലിറ്റി ഓഫ് ടെൻവർ. ഒരാളെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ന്യായമായ ഒരു സമയം ആ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യാനുള്ള സാഹചര്യം ആ വ്യക്തിക്ക് കൊടുക്കണം. എന്നാൽ മാത്രമേ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ആ ഒരു മേഖലയിൽ ശോഭിക്കാൻ അല്ലെങ്കിൽ ആ വർക്കിൽ മാസ്റ്റർ ചെയ്യാനായിട്ട് അപ്പോൾ മാത്രമേ ഒരാൾക്ക് സാധിക്കുകയുള്ളൂ. അടുത്തതാണ് ഇനീഷ്യേറ്റീവ്. ഒരു എംപ്ലോയി എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു മുൻകൈ എടുത്ത് കഴിയുമ്പം അയാളെ നമ്മൾ ഒരിക്കലും ഡിസ്കറേജ് ചെയ്യരുതെന്നാണ് ഫയോൾ പറയുന്നത്. കാരണം എംപ്ലോയീസിന് എല്ലാവർക്കും എന്തുണ്ടാവും? എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് ഉണ്ടാവും. ആ ഐഡിയാസ് ഷെയർ ചെയ്യാനുള്ള സാഹചര്യം അവർക്ക് കൊടുക്കണം. അങ്ങനെ അവർ പറയുന്ന ഐഡിയാസ് അത് വാലിഡ് ആണെന്ന് തോന്നുകയാണെങ്കിൽ അത് നടപ്പാക്കുന്നതിനെ പറ്റിയും മാനേജ്മെൻറ്റ് ചിന്തിക്കണമെന്നാണ് ഫയോൾ പറയുന്നത്. ഇനി അടുത്തതാണ് എസ്പിരിറ്റ് ഡി കോർപ്സ്. എസ്പിരിറ്റ് എന്ന് പറയുന്ന ഈ ഒരു വേർഡ് ഉണ്ടല്ലോ, ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്കത് ഓർത്തിരിക്കാൻ പറ്റും. എസ്പിരിറ്റ് എന്ന് പറയുമ്പോൾ ഒരു ടീം സ്പിരിറ്റ് ഉണ്ടായിരിക്കുക എന്നുള്ളത് അങ്ങനെ നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. എസ്പിരിറ്റ്, ടീം സ്പിരിറ്റ് എന്ന് നിങ്ങൾ ഓർത്താൽ മതി. അപ്പോൾ ഒരു സ്ഥാപനത്തിൽ ഒരു ടീം സ്പിരിറ്റ് ഉണ്ടായിരിക്കണം. എല്ലാവരും ഒരേ ലക്ഷ്യത്തിൽ ഒരേപോലെ ഡിസ്പ്യൂട്ട് ഒന്നും ഇല്ലാതെ പോകാനായിട്ട് തയ്യാറാകണം. എന്നാൽ മാത്രമേ ഒരു സ്ഥാപനം, ഒരു ഓർഗനൈസേഷൻ എഫിഷ്യൻ്റായിട്ട് ഫങ്ഷൻ ചെയ്യുള്ളൂ. ഇത്രയുമാണ് ഈ ഫയോളുടെ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. നമുക്കിനി കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ ബേസ് ചെയ്ത് നോക്കാം. അടുത്തത്, ഹൂ ഈസ് കൺസിഡേർഡ് ദ പൈനിയർ ഓഫ് ദ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്? നമ്മൾ ഇത്രയും നേരം പറഞ്ഞാണ്, ഒരു സംശയവും ഇല്ല. ആരാണ്? ഹെൻറി ഫയോൾ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഡിവിഷൻ ഓഫ് വർക്ക് എംഫസൈസ്? ഡിവിഷൻ ഓഫ് വർക്ക് എന്നുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓപ്ഷൻസ്: എംപ്ലോയീസ് ഷുഡ് ഫോളോ
സ്ട്രിക്റ്റ് ഡിസിപ്ലിൻ, നല്ല അച്ചടക്കം പാലിക്കണം എന്നുള്ളതാണോ ഡിവിഷൻ ഓഫ് വർക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇനി സ്പെഷ്യലൈസേഷൻ ഇൻക്രീസസ് എഫിഷ്യൻസി, ഏതെങ്കിലും ഒരു മേഖലയിൽ സ്പെഷ്യലൈസ് ചെയ്യുന്നത് അത് എഫിഷ്യൻസി വർദ്ധിപ്പിക്കും, അതാണോ ഡിവിഷൻ ഓഫ് വർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതോറിറ്റി ഷുഡ് ബി സെൻട്രലൈസ്ഡ്, അധികാരം ഏതെങ്കിലും ഒരു മേഖലയിൽ കേന്ദ്രീകരിക്കണം, അതാണോ ഡിവിഷൻ ഓഫ് വർക്ക്? എംപ്ലോയീസ് ഷുഡ് റിസീവ് ഇൻസ്ട്രക്ഷൻസ് ഫ്രം മൾട്ടിപ്പിൾ മാനേജേഴ്സ്, എംപ്ലോയീസിന് ഒരേ സമയം പല മാനേജേഴ്സിൽ നിന്ന് ഇൻസ്ട്രക്ഷൻസ് ലഭിക്കാം, ഇതാണോ ഡിവിഷൻ ഓഫ് വർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതിൽ കൂടുതൽ ആപ്റ്റായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് അല്ലേ? സ്പെഷ്യലൈസേഷൻ ഇൻക്രീസസ് എഫിഷ്യൻസി. അതായത് ഒരുപാട് വർക്ക് ഒരാൾക്ക് ലഭിക്കുമ്പം അയാൾക്ക് ഒന്നിലും സ്പെഷ്യലൈസ് ചെയ്യാൻ പറ്റില്ല. കാരണം അയാളുടെ ലക്ഷ്യം എന്തായിരിക്കും? ഈ വർക്ക് എങ്ങനെയെങ്കിലും ഒന്ന് തീർക്കുക എന്നുള്ളതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അയാൾക്ക് ആ ഒരു മേഖലയിൽ മികവ് കാണിക്കാൻ കഴിയില്ല, അയാളുടെ ജോലിയിലൊരു മികവ് കാണിക്കാനായിട്ട് പറ്റില്ല. അതേസമയം ആ വർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിലോ, ഡിവിഷൻ ഉണ്ടെങ്കിലോ, അപ്പോൾ അവിടെ എന്താവുന്നു? എഫിഷ്യൻസി വർദ്ധിക്കുന്നു അല്ലേ? ഒരു മേഖലയിൽ കൂടുതൽ സമയം ചെലവഴിച്ച് അയാൾ അതിൽ മാത്രം ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുമ്പം അത് അയാളുടെ പ്രവർത്തനക്ഷമതയെ കോൺട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാണ്? ബി ആണ്. സ്പെഷ്യലൈസേഷൻ ഇൻക്രീസസ് എഫിഷ്യൻസി. അടുത്തത്, which principle states that employees should have only one direct supervisor? നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്താണ് അല്ലേ? വിച്ച് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ് എംപ്ലോയീസ് ഷുഡ് ഹാവ് ഓൺലി വൺ ഡയറക്റ്റ് സൂപ്പർവൈസർ? ഡിവിഷൻ ഓഫ് വർക്കും എസ്പിരിറ്റ് ഡി കോർപ്സും എല്ലാം നമുക്ക് ഉറപ്പാണ്. യൂണിറ്റി ഓഫ് കമാൻഡ് ആണോ അതോ യൂണിറ്റി ഓഫ് ഡയറക്ഷൻ ആണോ? ഒരു എംപ്ലോയിക്ക് ഒരു സൂപ്പർവൈസറിൽ നിന്ന് മാത്രമേ ഇൻസ്ട്രക്ഷൻ കിട്ടാവുള്ളൂ എന്ന് പറയുന്ന ആ മാനേജ്മെൻറ്റ് തത്വം ഏതാണ്? ആൻസർ യൂണിറ്റി ഓഫ് കമാൻഡ് ആണ് അല്ലേ? അപ്പോൾ നിങ്ങളിങ്ങനെ അത് ഓർത്തിരിക്കാൻ വേണ്ടി നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി. ഈ കമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിർദ്ദേശം എന്നുള്ളതാണ്. അപ്പോൾ ഒരു അല്ലെങ്കിൽ ഉത്തരവ് എന്നർത്ഥത്തിലൊക്കെ ഈ കമാൻഡ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഒരാളിൽ നിന്ന് മാത്രമേ കമാൻഡ് കിട്ടാവുള്ളൂ, അങ്ങനെ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ആ ഒരു മാനേജ്മെൻറ്റ് തത്വം നിങ്ങൾക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യും. അപ്പം ഒരാളിൽ നിന്ന് മാത്രമേ കമാൻഡ് ലഭിക്കാവുള്ളൂ എന്ന് പറയുന്ന തത്വം ഏതാണ്? യൂണിറ്റി ഓഫ് കമാൻഡ്. അടുത്തത്, അക്കോർഡിംഗ് ടു ഫയോൾ, വിച്ച് പ്രിൻസിപ്പിൾ എൻഷുവേഴ്സ് ദാറ്റ് എംപ്ലോയീസ് വർക്ക് ടുവേർഡ്സ് എ കോമൺ ഒബ്ജക്റ്റീവ്? ഒരു പൊതു ലക്ഷ്യത്തിന് വേണ്ടി ആയിരിക്കണം എംപ്ലോയീസ് വർക്ക് ചെയ്യേണ്ടത് എന്ന് പറയുന്ന മാനേജ്മെൻറ്റ് തത്വം ഏതാണ്? ഇക്വിറ്റി ആണോ, യൂണിറ്റി ഓഫ് ഡയറക്ഷൻ ആണോ, ഇനീഷ്യേറ്റീവ് ആണോ, സ്റ്റെബിലിറ്റി ഓഫ് ടെന്വർ ആണോ? ഒരു സംശയവും, യൂണിറ്റി ഓഫ് ഡയറക്ഷൻ ആണ് അല്ലേ? കറക്റ്റ് ആൻസർ യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. അതായത് ഒരു സ്ഥാപനത്തിലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഒരേ ലക്ഷ്യത്തിലായിരിക്കണം, ഒരേ ഡയറക്ഷനിലായിരിക്കണം പോകേണ്ടത് എന്ന് പറയുന്ന മാനേജ്മെൻറ്റ് തത്വം ഏതാണ്? യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. ആൻസർ ഓപ്ഷൻ എ, യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. അടുത്തത്, വാട്ട് ഈസ് ദ പ്രൈമറി ഫോക്കസ് ഓഫ് ദ പ്രിൻസിപ്പിൾ ഓഫ് റെമ്യൂണറേഷൻ? റെമ്യൂണറേഷൻ എന്ന് പറയുന്ന മാനേജ്മെൻറ്റ് തത്വത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? പേയിങ് എംപ്ലോയീസ് ഫെയർലി, എംപ്ലോയീസിന് ഫെയർ ആയിട്ടുള്ളൊരു പേയ്മെൻറ്റ് കൊടുക്കുക. എൻഷുറിങ് പ്രോപ്പർ ഡിസിപ്ലിൻ, അച്ചടക്കം ഉണ്ടെന്ന് ഉറപ്പാക്കുക. റെമ്യൂണറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണോ? അച്ചടക്കം ഉണ്ടെന്ന് ഉറപ്പാക്കുക എന്നുള്ളതാണോ? എൻകറേജിങ് ടീം വർക്ക്, കൂട്ടായ ഒരു പ്രവർത്തനം, അതാണോ റെമ്യൂണറേഷൻ സജസ്റ്റ് ചെയ്യുന്നത്? അല്ലെങ്കിൽ അതാണോ, ആ ഒരു തത്വമാണോ അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഇനി ഇൻക്രീസിങ് അതോറിറ്റി, അധികാരം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണോ? കറക്റ്റ് ആൻസർ ഏതാണ്? പേയിങ് എംപ്ലോയീസ് ഫെയർലി അല്ലേ? ഓപ്ഷൻ എ ആണ്, പേയിങ് എംപ്ലോയീസ് ഫെയർലി. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വിച്ച് പ്രിൻസിപ്പിൾ എൻഷുവേഴ്സ് സ്മൂത്ത് കമ്മ്യൂണിക്കേഷൻ ഇൻ ആൻ ഓർഗനൈസേഷൻ ത്രൂ എ ക്ലിയർ ഹൈറാർക്കി? ഒരു ക്ലിയർ ഹൈറാർക്കിയിലൂടെ, കൃത്യമായ ആ ഒരു ചെയിനിലൂടെ ആശയവിനിമയം നടക്കണം എന്ന് പറയുന്ന മാനേജ്മെൻറ്റ് തത്വം ഏതാണ്? ഓർഡർ, സ്കാലർ ചെയിൻ, സെൻട്രലൈസേഷൻ, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോഴേ എന്തോർത്തേക്കുക? സ്കാലർ ചെയിൻ. സ്കാലർ ചെയിൻ എന്ന് പറയുന്ന ആ ഒരു ടേം ഓർക്കാനുള്ള ഏറ്റവും അല്ലെങ്കിൽ കണക്ട് ചെയ്യാനുള്ള കീവേഡ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനാണ്. ആ ഒരു ചെയിനിലൂടെ കൃത്യമായി ആശയവിനിമയം നടക്കണം എന്ന അർത്ഥത്തിലാണ് ഈ സ്കാലർ ചെയിൻ എന്ന വാക്ക് കോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആൻസർ എന്താണ്? സ്കാലർ ചെയിൻ. അടുത്തത്, ദ പ്രിൻസിപ്പിൾ ഓഫ് ഓർഡർ ensures that everything and everyone is in the right place.
വാട്ട് ഈസ് ഇറ്റ്സ് പ്രൈമറി ബെനിഫിറ്റ്? അതായത് എല്ലാ കാര്യങ്ങളും അതാത് ഇരിക്കേണ്ട സ്ഥലത്ത് കൃത്യമായിട്ടുണ്ടായിരിക്കുന്നതിൻ്റെ പ്രയോജനം എന്താണ്? ഇൻക്രീസ്ഡ് കൺഫ്യൂഷൻ കൂട്ടുന്നോ? അതാണോ എൻ്റെ ആൻസർ? ഇനി ബെറ്റർ ഓർഗനൈസേഷൻ ആൻഡ് എഫിഷ്യൻസി, നല്ല ഒരു കാര്യങ്ങളെ നന്നായിട്ട് സംഘടിപ്പിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ അതിനൊരു പ്രവർത്തനക്ഷമത ഉറപ്പാക്കാൻ അതിന് സാധിക്കുമോ? ഇനി മോർ എംപ്ലോയി ഫ്രീഡം, എംപ്ലോയീസിന് കൂടുതൽ സ്വാതന്ത്ര്യം കൊടുക്കാൻ അതിലൂടെ സാധിക്കുമോ? റെസ്പോൺസിബിലിറ്റി ഡിക്രീസ് ചെയ്യാനായിട്ട്, ഉത്തരവാദിത്തങ്ങൾ കുറയ്ക്കാനായിട്ട് കഴിയുമോ? ഇതിലേതാണ് കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ ബി ആണ്, ബെറ്റർ ഓർഗനൈസേഷൻ ആൻഡ് എഫിഷ്യൻസി. ഒരു സ്ഥാപനത്തിൻ്റെ എന്താണ് സംഘാടകത്വം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അതായത് ഈ ഇനെഫിഷ്യൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇനെഫിഷ്യൻസിയിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് കൃത്യമായി നന്നായി സംഘടിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പം അതുകൊണ്ട് ബെറ്റർ ഓർഗനൈസേഷൻ ആൻഡ് എഫിഷ്യൻസി എന്നുള്ളതാണ് ആൻസർ. അടുത്തത് പ്രിൻസിപ്പിൾ ഓഫ് ഇക്വിറ്റി എംഫസൈസസ് ട്രീറ്റിംഗ് എംപ്ലോയീസ് ഫെയർലി ആൻഡ് കൈൻഡ്ലി. എല്ലാ എംപ്ലോയീസിനെയും ഒരുപോലെ കാണുക എന്നുള്ളതാണോ ഇക്വിറ്റി എന്ന മാനേജ്മെൻറ്റ് തത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതോ ഗിവിങ് ഓർഡർ സ്ട്രിക്ട്ലി, കൃത്യമായ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കർക്കശമായ ഓർഡേഴ്സ് കൊടുക്കുക എന്നുള്ളതാണോ അതിൻ്റെ അർത്ഥം? പ്രൊവൈഡിങ് ഹയർ സാലറീസ്, എല്ലാവർക്കും ഉയർന്ന ശമ്പളം കൊടുക്കുക എന്നുള്ളതാണോ? ഹയറിങ് ഓൺലി എക്സ്പീരിയൻസ്ഡ് വർക്കേഴ്സ്, അല്ലേ, അനുഭവപരിചയമുള്ള നല്ല എക്സ്പീരിയൻസ് ഉള്ള വർക്കേഴ്സിനെ എടുക്കുക എന്നുള്ളതാണോ ഇക്വിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? കറക്റ്റ് ആൻസർ നിങ്ങൾക്കറിയാം, ട്രീറ്റിംഗ് എംപ്ലോയീസ് ഫെയർലി ആൻഡ് കൈൻഡ്ലി, അല്ലേ. എല്ലാ എംപ്ലോയീസിനെയും ഫെയർ ആയിട്ടും കൈൻഡായിട്ടും അവരോട് അപ്രോച്ച് ചെയ്യുക, അവരെ അങ്ങനെ ആ രീതിയിൽ പരിഗണിക്കുന്നതിനെയാണ് നമ്മൾ ഇക്വിറ്റി എന്ന മാനേജ്മെൻറ്റ് തത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് വൺ ഓഫ് ഹെൻറി ഫയോൾസ് 14 പ്രിൻസിപ്പിൾസ്? ഹെൻറി ഫയോളിൻ്റെ 14 പ്രിൻസിപ്പിളിൽ ഇനി പറയുന്നതിൽ ഏതാണ് ഉൾപ്പെടാത്തത്? എസ്പിരിറ്റ് ഡി കോർപ്സ്, അത് നമ്മൾ അവസാനത്തെ പ്രിൻസിപ്പിളായിട്ട് പഠിച്ചതാണ്, അല്ലേ. ടീം സ്പിരിറ്റ് ഉണ്ടായിരിക്കണം, അത് ഹെൻറി ഫയോളിൻ്റെ ഒരു തത്വം തന്നെയാണ്. ഇനി സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ്, അതായത് നമ്മുടെ വ്യക്തി താല്പര്യങ്ങൾക്കല്ല സ്ഥാപനത്തിൻ്റെ താല്പര്യത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്, അത് ഹെൻറി ഫയോൾ പറഞ്ഞതാണോ? ആണ്, അല്ലേ. ബ്യൂറോക്രസി, അടുത്തതാണ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. നമുക്കറിയാം സി ആണ് കറക്റ്റ് ആൻസർ, ബ്യൂറോക്രസി. ബാക്കി മൂന്നും ഹെൻറി ഫയോളിൻ്റെ 14 പ്രിൻസിപ്പിൾസിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മെയിൻ ഗോൾ ഓഫ് ദ പ്രിൻസിപ്പിൾ എസ്പിരിറ്റ് ഡി കോർപ്സ്? എസ്പിരിറ്റ് ഡി കോർപ്സ് എന്ന് പറയുന്ന ആ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിളിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? ഒന്നാമത്തത് എൻകറേജിങ് ടീം വർക്ക് ആൻഡ് ഹാർമണി, ടീം വർക്കും ഹാർമണിയും ഉറപ്പുവരുത്തുക. ഇനി ക്രിയേറ്റിംഗ് എ സ്ട്രിക്റ്റ് വർക്ക് എൻവയോൺമെൻറ്റ്, വളരെ കർക്കശമായ ഒരു വർക്കിംഗ് എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക. എൻഷുറിങ് ഓൾ ഡിസിഷൻസ് ആർ സെൻട്രലൈസ്ഡ്, എല്ലാ ഡിസിഷൻസും എല്ലാ തീരുമാനങ്ങളും ഒരൊറ്റ പോയിന്റിൽ നിന്ന് വരുന്നതിനെയാണോ അർത്ഥമാക്കുന്നത്? ഇനി ഇൻക്രീസിങ് ഇൻഡിവിജ്വൽ പെർഫോമൻസ് ഓവർ ടീം പെർഫോമൻസ്, ടീം പെർഫോമൻസിന് പ്രാധാന്യം കൊടുക്കുക, വ്യക്തികളുടെ പെർഫോമൻസിനേക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ടീം പെർഫോമൻസിലായിരിക്കണം. ഇതിലേതാണ് കറക്റ്റ് ആൻസർ? എസ്പിരിറ്റ് ഡി കോർപ്സ് എന്ന് പറയുന്ന പ്രിൻസിപ്പിളിൻ്റെ അടിസ്ഥാന തത്വം എന്താണ്? എൻകറേജിങ് ടീം വർക്ക് അല്ലെ, ഹാർമണി, അല്ലേ, ഒരു ടീം വർക്ക്, ഒരു ടീം സ്പിരിറ്റ്, അതാണ് എസ്പിരിറ്റ് ഡി കോർപ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത്, വിച്ച് പ്രിൻസിപ്പിൾ സജസ്റ്റ് ദാറ്റ് കമ്പനി ഗോൾസ് ഷുഡ് ബി ഗിവൺ പ്രയോറിറ്റി ഓവർ പേഴ്സണൽ ഇൻട്രസ്റ്റ്? അതായത് വ്യക്തി താല്പര്യങ്ങളെക്കാൾ ഒരു സ്ഥാപനത്തിൻ്റെ താല്പര്യത്തിന് പ്രാധാന്യം കൊടുക്കണം എന്ന് പറയുന്ന മാനേജ്മെൻറ്റ് തത്വം ഏതാണ്? സ്റ്റെബിലിറ്റി ഓഫ് ടെന്വർ, സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ്, ഇനീഷ്യേറ്റീവ്, സ്കാലർ ചെയിൻ. സ്റ്റെബിലിറ്റി ഓഫ് ടെന്വർ അല്ല, ഇനീഷ്യേറ്റീവ് അല്ല, സ്കാലർ ചെയിനും അല്ല. കറക്റ്റ് ആൻസർ നമുക്കതിൽ അറിയാം, സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ്. അടുത്തത്, അക്കോർഡിംഗ് ടു ഫയോൾ ഇനീഷ്യേറ്റീവ് ഷുഡ് ബി എൻകറേജ്ഡ് ബിക്കോസ് ഇറ്റ് ഇൻക്രീസസ് കമ്പനി പ്രോഫിറ്റ് ഡയറക്റ്റ്ലി. ഇനീഷ്യേറ്റീവ്, അതായത് ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞ തത്വം എന്താണ്? എംപ്ലോയീസ് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇനീഷ്യേറ്റീവ് എടുത്ത് മുൻകൈ എടുത്തുകൊണ്ട് അവരുടെ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ നൽകുകയാണെങ്കിൽ അതിനെ നിരുത്സാഹപ്പെടുത്തരുത് എന്ന് പറയുന്ന തത്വമാണ് ഇനീഷ്യേറ്റീവ്. അപ്പോൾ അത് അങ്ങനെ ഇനീഷ്യേറ്റീവ് ചെയ്യണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അതിൻ്റെ ലക്ഷ്യം എന്താണ്? ഇൻക്രീസസ് കമ്പനി പ്രോഫിറ്റ് ഡയറക്റ്റ്ലി. അങ്ങനെ എംപ്ലോയീസിൻ്റെ ഇനീഷ്യേറ്റീവ് ഉണ്ടാകുമ്പോൾ അത് കമ്പനിയുടെ പ്രോഫിറ്റ് വർദ്ധിക്കാൻ ഇടയാക്കുമോ? ഹെൽപ്സ് എംപ്ലോയീസ് ടേക്ക് ഓണർഷിപ്പ് ആൻഡ് സജസ്റ്റ് ഐഡിയാസ്. അതായത് എംപ്ലോയീസ് അവർക്കൊരു
അക്കൗണ്ടബിലിറ്റി തോന്നുന്നു, ഞാൻ ഈ സ്ഥാപനത്തിന് വേണ്ടപ്പെട്ട ഒരാളാണ്, അപ്പോൾ അതുകൊണ്ട് അവർ കൂടുതൽ ഇൻവോൾവ് ആകാനും കൂടുതൽ ഐഡിയാസ് കൊടുക്കാനും ഒക്കെ അവരെ പ്രചോദിപ്പിക്കുമോ? അടുത്തത് എലിമിനേറ്റ്സ് ദ നീഡ് ഫോർ മാനേജേഴ്സിൻ്റെ ആവശ്യമില്ല. എംപ്ലോയീസ് എല്ലാവരും അവരുടെ ഐഡിയാസ് പറയുന്നു, അപ്പോൾ അതുകൊണ്ട് പിന്നെ മാനേജേഴ്സിൻ്റെ ആവശ്യമില്ലാതായി മാറുകയാണോ? ഇനി റെഡ്യൂസസ് എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ, എംപ്ലോയീസിൻ്റെ സാറ്റിസ്ഫാക്ഷൻ, അവരുടെ ആ ഒരു സംതൃപ്തി അത് കുറയ്ക്കുമോ? അപ്പോൾ എന്താണ് ഇതിൻ്റെ പിന്നിലെ കാരണം? കറക്റ്റ് ആൻസർ, ഹെൽപ്സ് എംപ്ലോയീസ് ടേക്സ് ഓണർഷിപ്പ് ആൻഡ് സജസ്റ്റ് ഐഡിയാസ്, അല്ലേ? പുതിയ ഐഡിയാസ് സജസ്റ്റ് ചെയ്യാനും ഒക്കെ എംപ്ലോയീസിനെ പ്രേരിപ്പിക്കും, ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്ന മാനേജ്മെൻറ്റ് തത്വം ഉണ്ടെങ്കിൽ. അടുത്തത്, ദ പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റെബിലിറ്റി ഓഫ് ടെന്യൂർ എൻഷുവേഴ്സ് എംപ്ലോയീസ് ഫീൽ സെക്യൂർ ഇൻ ദെയർ ജോബ്സ്, റാപ്പിഡ് ടേൺ ഓവർ ഫോർ ഫ്രഷ് ഐഡിയാസ്, ടെമ്പററി എംപ്ലോയ്മെൻറ്റ് ഫോർ എവറി വൺ, നോ ജോബ് സെക്യൂരിറ്റി. സ്റ്റെബിലിറ്റി ഓഫ് പ്രിൻസിപ്പിൾ എന്താണ് ഉറപ്പ് വരുത്തുന്നതെന്നാണ് ചോദിക്കുന്നത്. സ്റ്റെബിലിറ്റി ഓഫ് ടെന്യൂർ ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രയോജനം എന്താണ് അത് ഉറപ്പ് വരുത്തുന്നത്? എംപ്ലോയീസ് ഫീൽ സെക്യൂർ ഇൻ ദെയർ ജോബ്സ്, അവർക്ക് അവരുടെ ജോലി സുരക്ഷിതമാണെന്നുള്ളൊരു ചിന്ത അവർക്ക് കൊടുക്കുമോ? റാപ്പിഡ് ടേൺ ഓവർ ഓഫ് ഫ്രഷ് ഐഡിയാസ്, പുതിയ ഐഡിയാസ് അത് മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയുമോ? ടെമ്പററി എംപ്ലോയ്മെൻറ്റ് ഫോർ എവരി വൺ, താൽക്കാലികമായ ജോലി എല്ലാവർക്കും കൊടുക്കാൻ സാധിക്കുമോ? ജോബ് സെക്യൂരിറ്റി അത് ഇല്ല എന്ന് പറയേണ്ടി വരുമോ? ഏതാണ് കറക്റ്റ് ആൻസർ? എംപ്ലോയീസ് ഫീൽ സെക്യൂർ ഇൻ ദെയർ ജോബ്സ്, അവരുടെ ജോലി സുരക്ഷിതമാണ്, അവർക്ക് അങ്ങനെ ഒരു സുരക്ഷിതത്വ ബോധം ഈ സ്റ്റെബിലിറ്റി ഓഫ് ടെന്യൂറിലൂടെ കൊടുക്കാനായിട്ട് മാനേജ്മെൻറ്റിന് സാധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ദ പ്രിൻസിപ്പിൾ ഓഫ് ഡിസിപ്ലിൻ ഇൻ ആൻ ഓർഗനൈസേഷൻ മീൻസ്. ഡിസിപ്ലിൻ എന്ന് പറയുന്ന മാനേജ്മെൻറ്റ് തത്വം അത് ഓർഗനൈസേഷനിൽ ബാധകമാക്കുകയാണെങ്കിൽ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അതിൽ ഡിസിപ്ലിൻ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് എങ്ങനെയാണ്? എംപ്ലോയീസ് ഷുഡ് ഹാവ് ഫ്ലെക്സിബിൾ വർക്കേഴ്സ്, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള വർക്കിംഗ് അവേഴ്സ് ഉണ്ടെങ്കിൽ ഡിസിപ്ലിൻ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? എംപ്ലോയീസ് മസ്റ്റ് ഫോളോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഇനി എംപ്ലോയീസ് മസ്റ്റ് വർക്ക് വിത്തൗട്ട് സൂപ്പർവിഷൻ, മേൽനോട്ടം ഇല്ലാതെ വർക്ക് ചെയ്യാൻ പറ്റുമോ? എംപ്ലോയീസ് ഷുഡ് റിസീവ് ഈക്വൽ സാലറി, എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള സാലറി കിട്ടുമോ? ഇതിലേതാണ് കറക്റ്റ് ആൻസർ? നമ്മൾ ഡിസിപ്ലിൻ എന്ന വാക്ക് അത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ആ വാക്കെന്ന് പറയുന്നത് റൂൾസ് ആണ്. റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, റൂൾസ്. അപ്പോൾ ഇതിൽ വരുന്നത് ഏതാണ്? എംപ്ലോയീസ് മസ്റ്റ് ഫോളോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അപ്പോൾ കറക്റ്റ് ആൻസർ അതാണ്, എംപ്ലോയീസ് മസ്റ്റ് ഫോളോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ പ്രിൻസിപ്പിൾ ഓഫ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി എംഫസൈസ്? അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഗിവിങ് ഓർഡേഴ്സ് വിത്തൗട്ട് റെസ്പോൺസിബിലിറ്റി, ഓർഡർ മാത്രം കൊടുത്തുകൊണ്ടിരിക്കും പക്ഷേ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കില്ല, അതാണോ? മാനേജേഴ്സ് മസ്റ്റ് ഹാവ് ദ റൈറ്റ് ടു ഗീവ് ഓർഡേഴ്സ് ആൻഡ് ടേക്ക് റെസ്പോൺസിബിലിറ്റി, ഓർഡേഴ്സ് കൊടുക്കാനും അതോടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനുള്ള ഉത്തരവാദിത്വം ഉണ്ട് എന്ന് പറയുന്നതാണോ? എംപ്ലോയീസ് ഷുഡ് ഹാവ് മോർ അതോറിറ്റി ദാൻ മാനേജേഴ്സ്, ഒരു സ്ഥാപനത്തിൽ മാനേജേഴ്സിനേക്കാൾ കൂടുതൽ അധികാരം വർക്കേഴ്സിന് വേണം എന്ന് പറയുന്നതാണോ? റെസ്പോൺസിബിലിറ്റി ഷുഡ് ബി അവോയ്ഡഡ്, ഈ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യണം, ഒഴിവാക്കണം എന്ന് പറയുന്നതാണോ ഈ പ്രിൻസിപ്പിൾ കൊണ്ട് അർത്ഥമാക്കുന്നത്? അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി എംഫസൈസ്, നമുക്കറിയാം ആൻസർ മാനേജേഴ്സ് മസ്റ്റ് ഹാവ് ദ റൈറ്റ് ടു ഗീവ് ഓർഡേഴ്സ് ആൻഡ് ടേക്ക് റെസ്പോൺസിബിലിറ്റി, അല്ലേ? മാനേജേഴ്സ് എന്ത് ചെയ്യണം? അവർക്ക് ഓർഡേഴ്സ് കൊടുക്കാനും സാധിക്കണം, അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കുകയും വേണം. ഇതിനെയാണ് നമ്മൾ എന്തു പറയുന്നത്? അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്ന മാനേജ്മെൻറ്റ് തത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത്, സെൻട്രലൈസേഷൻ ഇൻ ഫയോൾസ് പ്രിൻസിപ്പിൾസ് മീൻസ്. ഫയോൾസിൻ്റെ പ്രിൻസിപ്പിൾസിലെ സെൻട്രലൈസേഷൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഡിസിഷൻ മേക്കിംഗ് ഈസ് കൺട്രോൾഡ് ബൈ ടോപ്പ് മാനേജ്മെൻറ്റ്, അതാണോ? ടോപ്പ് മാനേജ്മെൻറ്റ് ആയിരിക്കണം ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്ന പ്രക്രിയ ചെയ്യേണ്ടത്. ഇനി എംപ്ലോയീസ് ഹാവ് കംപ്ലീറ്റ് കൺട്രോൾ, എംപ്ലോയീസിന് മുഴുവൻ നിയന്ത്രണവും ഉണ്ടായിരിക്കണം, എല്ലാ നിയന്ത്രണവും എംപ്ലോയീസിലായിരിക്കണം. നോ നീഡ് ഫോർ എ മാനേജ്മെൻറ്റ് ഹൈറാർക്കി, ഒരു മാനേജ്മെൻറ്റ് ഹൈറാർക്കിയുടെ ആവശ്യമേ ഇല്ല. ഇനി എംപ്ലോയീസ് ഷുഡ് ബി പെയ്ഡ് മോർ ദാൻ മാനേജേഴ്സ്, മാനേജേഴ്സിനേക്കാൾ കൂടുതൽ ശമ്പളം കിട്ടേണ്ടത് എംപ്ലോയീസിനാണ്. ഇതാണ് സെൻട്രലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻസർ എന്താണ്? ഡിസിഷൻ മേക്കിംഗ് ഈസ് കൺട്രോൾഡ് ബൈ ടോപ്പ് മാനേജ്മെൻറ്റ്. ഡിസിഷൻ മേക്കിംഗ് നടത്തേണ്ടത് ആരാണ്? ടോപ്പ് മാനേജ്മെൻ്റ് ആണ്. ഇതിനെയാണ് സെൻട്രലൈസേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡീസെൻട്രലൈസേഷൻ? CEO മേക്സ് ഓൾ ഡിസിഷൻ, allowing managers to take some decisions independently, only one leader managing the entire company, employees have no decision making power. ഏതാണ്? CEO മേക്കിംഗ് ഓൾ ഡിസിഷൻസ്, അത് ഡീസെൻട്രലൈസേഷൻ ആണോ? അല്ല, അല്ലേ?
അത് ഒരു സെൻട്രലൈസേഷൻ്റെ ഒരു എക്സ്ട്രീം ലെവലാണ് CEO മേക്കിംഗ് ഓൾ ഡിസിഷൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് കറക്റ്റ് ആൻസർ വരുന്നത് അലോവിങ് മാനേജേഴ്സ് ടു ടേക്ക് സം ഡിസിഷൻസ് ഇൻഡിപെൻഡൻ്റ്. മാനേജേഴ്സിന് ചില ഡിസിഷൻസ് എടുക്കാനുള്ള അധികാരം, അതായത് കമ്പനിയുടെ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിലുള്ളവർ എല്ലാ തീരുമാനങ്ങളും എടുക്കില്ല. കുറച്ച് തീരുമാനങ്ങൾ, പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ അവർ തന്നെ എടുത്തിട്ട് അത്ര പ്രാധാന്യമില്ലാത്ത ചെറിയ ചെറിയ തീരുമാനങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു എംപ്ലോയിക്ക് ഒരു ദിവസത്തെ ടാസ്ക് എന്താണെന്ന് അസൈൻ ചെയ്ത് കൊടുക്കുന്നത് പോലെയുള്ള അങ്ങനെയുള്ള ഡിസിഷൻസ്, ചെറിയ ഡിസിഷൻസൊക്കെ ലോവർ ലെവലിലോ അല്ലെങ്കിൽ മിഡിൽ ലെവലിലോ ഉള്ള മാനേജേഴ്സിന് അതിനുള്ള അധികാരം കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഡീസെൻട്രലൈസേഷൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്തതാണ് അക്കോർഡിംഗ് ടു ഫയോൾ യൂണിറ്റി ഓഫ് കമാൻഡ് റെഡ്യൂസസ്. യൂണിറ്റി ഓഫ് കമാൻഡ് എന്തിനുള്ള സാഹചര്യം, എന്ത് കുറയ്ക്കുന്നു എന്നുള്ളതാണ്. എംപ്ലോയി കോൺഫ്ലിക്ട്സ് ആൻഡ് കൺഫ്യൂഷൻ. അടുത്തത് ജോബ് സെക്യൂരിറ്റി, ടീം വർക്ക് ആൻഡ് കോഓപ്പറേഷൻ, എംപ്ലോയീസ് സാലറി. യൂണിറ്റി ഓഫ് കമാൻഡ് എന്താ കുറയ്ക്കുന്നത്? കറക്റ്റ് ആൻസർ ഏതാണ്? എംപ്ലോയി കോൺഫ്ലിക്ട്സ് ആൻഡ് കൺഫ്യൂഷൻ അല്ലേ. പലരിൽ നിന്ന് ഒരേ സമയം പല നിർദ്ദേശങ്ങൾ കിട്ടുമ്പം അത് നയിക്കുന്നത് കൺഫ്യൂഷനിലേക്കായിരിക്കും. അപ്പോൾ യൂണിറ്റി ഓഫ് കമാൻഡ് ഉണ്ടെങ്കിൽ അവിടെ എന്തില്ലാതാകുന്നു? കൺഫ്യൂഷൻ ഇല്ലാതാകുന്നു അല്ലേ. എംപ്ലോയി കോൺഫ്ലിക്റ്റും കൺഫ്യൂഷനും ഇല്ലാതാകുന്നു. അടുത്തത് ദ പ്രിൻസിപ്പിൾ ഓഫ് ഇക്വിറ്റി പ്രൊമോട്ട്സ് ഈക്വൽ ട്രീറ്റ്മെൻറ്റ് ആൻഡ് കൈൻഡ്നെസ് ടുവേർഡ്സ് എംപ്ലോയീസ്, ഫിക്സഡ് സാലറീസ് ഫോർ ഓൾ എംപ്ലോയീസ്, എ സ്ട്രിക്റ്റ് വർക്ക് എൻവയോൺമെൻറ്റ്, എ കോമ്പറ്റിറ്റീവ് വർക്ക് പ്ലേസ്. അപ്പോൾ ഇക്വിറ്റി എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഇക്വിറ്റി എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ഈക്വൽ ട്രീറ്റ്മെൻറ്റ് ആൻഡ് കൈൻഡ്നെസ് ടുവേർഡ്സ് എംപ്ലോയീസ്, കൃത്യമായ സാലറി, ഫിക്സഡ് സാലറി ടു ഓൾ എംപ്ലോയീസ്, എ സ്ട്രിക്റ്റ് വർക്ക് എൻവയോൺമെൻറ്റ്, കോമ്പറ്റിറ്റീവ് വർക്ക് പ്ലേസ്. ഏതാണ്? എല്ലാവരെയും ഒരേപോലെ കാണുക എന്നുള്ളതാണ് അല്ലേ. ഈക്വൽ ട്രീറ്റ്മെൻറ്റ് ആൻഡ് കൈൻഡ്നെസ്. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് ഇക്വിറ്റി എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് ഈക്വൽ ട്രീറ്റ്മെൻറ്റ് ആൻഡ് കൈൻഡ്നെസ് ടുവേർഡ്സ് എംപ്ലോയീസ്. അടുത്തത് വിച്ച് പ്രിൻസിപ്പിൾ എൻഷുവേഴ്സ് ദാറ്റ് എംപ്ലോയീസ് റിസീവ് പ്രോപ്പർ ട്രെയിനിങ് ആൻഡ് കരിയർ ഗ്രോത്ത്. പ്രോപ്പർ ട്രെയിനിങ്ങും കരിയർ ഗ്രോത്തും ഉറപ്പാക്കുന്നത് ഏത് പ്രിൻസിപ്പിളാണ്? സ്റ്റെബിലിറ്റി ഓഫ് ടെന്വർ, റെമ്യൂണറേഷൻ, ഓർഡർ, അതോറിറ്റി. ഏതാണ്? റെമ്യൂണറേഷൻ, നല്ല ശമ്പളം അല്ലെങ്കിൽ കൃത്യമായ സാലറി കിട്ടുന്നത്, അത് ഒരാളുടെ കരിയർ ഗ്രോത്ത് ഉറപ്പാക്കുമോ? അതുപോലെ ഓർഡർ, എല്ലാ കാര്യങ്ങളും അതാതിരിക്കേണ്ട സ്ഥാനത്ത് തന്നെ വെക്കുന്നു, അതാണ് ആ പ്രിൻസിപ്പിൾ കൊണ്ട് അർത്ഥമാക്കുന്നത്. അതാണോ ഒരാളുടെ കരിയർ ഗ്രോത്തിലേക്ക് നയിക്കുന്നത്? അതോറിറ്റി, അധികാരം എന്നുള്ളതാണോ? കറക്റ്റ് ആൻസർ സ്റ്റെബിലിറ്റി ഓഫ് ടെന്വറാണ് അല്ലേ. ഒരു പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിൽ കുറച്ചധികം കാലം, ന്യായമായ ഒരു കാലയളവ് ഒരാൾ വർക്ക് ചെയ്ത് അതിൽ അയാൾ ഒരു പ്രാവീണ്യം നേടുമ്പോഴാണ് അയാൾക്ക് ഗ്രോത്തിനുള്ളൊരു ഫൗണ്ടേഷൻ കിട്ടുന്നതെന്നാണ് ഫയോൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരാളുടെ കരിയർ ഗ്രോത്ത് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് സ്റ്റെബിലിറ്റി ഓഫ് ടെന്വറിലാണ്. ഇതിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ വരുന്നത് സ്റ്റെബിലിറ്റി ഓഫ് ടെന്വറാണ്. അടുത്തത് വാട്ട് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് സ്കാലർ ചെയിൻ ഇൻ ആക്ഷൻ. സ്കാലർ ചെയിൻ്റെ ഒരു സെനാറിയോ ആണ് ഇവിടെ പറയുന്നത്. പല സെനാറിയോസ് ഉണ്ട്, അതിൽ സ്കാലർ ചെയിനുമായി യോജിക്കുന്നത് ഏതാണ് എന്നുള്ളതാണ്. ആൻഡ് ഇൻറ്റേൺ റിപ്പോർട്ട്സ് ടു ദ CEO ഡയറക്റ്റ്ലി. അത് സ്കാലർ ചെയിൻ ആണോ? ഒരു ഇൻറ്റേൺ, അതായത് ഒരു ട്രെയിനിങ്ങിന് വന്നിരിക്കുന്ന ഒരാൾ ഒരു സ്ഥാപനത്തിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള CEOയോട് നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു, അത് സ്കാലർ ചെയിൻ ആണോ? അല്ല. എ ടീം ലീഡർ കമ്മ്യൂണിക്കേറ്റ്സ് ടാസ്ക്സ് ടു എംപ്ലോയീസ് ത്രൂ പ്രോപ്പർ ചാനൽ. ഒരു ടീമിൻ്റെ ലീഡർ എംപ്ലോയീസിന് ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്, അല്ലെങ്കിൽ അവരുടെ ടാസ്ക് എന്താണ് എന്ന് പ്രോപ്പറായിട്ടുള്ളൊരു ചാനലിലൂടെ അവരെ അറിയിക്കുന്നു. ഇത് സ്കാലർ ചെയിൻ്റെ ഭാഗമാണോ? എംപ്ലോയീസ് ഡിസൈഡ് ദെയർ ഓൺ മാനേജേഴ്സ്. ഓഫ് കോഴ്സ് അതല്ല, നമുക്കറിയാം. എംപ്ലോയീസ് അവരുടെ മാനേജേഴ്സ് ആരാണെന്ന്, എൻ്റെ മാനേജർ ആയിരിക്കണമെന്ന് ഞാൻ തീരുമാനിക്കുന്നു. അത് സാധ്യമാണോ? ഇനി എംപ്ലോയി ഇഗ്നോർസ് ഓർഗനൈസേഷണൽ ഹൈറാർക്കി. ഓർഗനൈസേഷൻ്റെ ആ ഒരു ഹൈറാർക്കി ഉണ്ടല്ലോ, നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത ആ ഹൈറാർക്കിയെ ഒരു എംപ്ലോയി കംപ്ലീറ്റ്ലി എന്ത് ചെയ്യുകയാണ്? നിരാകരിക്കുകയാണ്, ഇത് ഇഗ്നോർ ചെയ്യുകയാണ്. അതാണോ സ്കാലർ ചെയിൻ? കറക്റ്റ് ആൻസർ B ആണ് അല്ലേ. എ ടീം ലീഡർ കമ്മ്യൂണിക്കേറ്റ്സ് ടാസ്ക്സ് ടു എംപ്ലോയീസ് ത്രൂ പ്രോപ്പർ ചാനൽസ്. അടുത്ത ക്വസ്റ്റ്യൻ, എസ്പിരിറ്റ് ഡി കോർപ്സ് ഈസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഇറ്റ് എൻകറേജസ്. എസ്പിരിറ്റ് ഡി കോർപ്സ് എന്തിനെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്? ഡിസിപ്ലിൻ ആൻഡ് സ്ട്രിക്റ്റ് മാനേജ്മെൻറ്റ്, ഇൻഡിവിജ്വലിസം ഓവർ ടീം വർക്ക്, ടീം സ്പിരിറ്റ് ആൻഡ് കോർപ്പറേഷൻ, എംപ്ലോയീസ് ടു വർക്ക് ഇൻ ഐസൊലേഷൻ. സ്പിരിറ്റ് എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലേക്ക് വരേണ്ടത് സ്പിരിറ്റ്, ടീം സ്പിരിറ്റ് എന്നുള്ള വാക്കാണ്. അതുകൊണ്ട് കറക്റ്റ് ആൻസർ ടീം സ്പിരിറ്റ് ആൻഡ് കോഓപ്പറേഷൻ. അതായത്
ഏക മനസ്സോടെ വർക്ക് ചെയ്യുക, അതുപോലെ സഹവർത്തിത്വത്തോടെ വർക്ക് ചെയ്യുക. ഇതാണ് എസ്പിരിറ്റ് ഡി കോർപ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത്, വാട്ട് ഹാപ്പൻസ് വെൻ ദ പ്രിൻസിപ്പിൾ ഓഫ് ഡിസിപ്ലിൻ ഈസ് നോട്ട് ഫോളോഡ്. ഒരു സ്ഥാപനത്തിൽ ഡിസിപ്ലിൻ എന്ന് പറയുന്ന ആ ഒരു തത്വം ബാധകമാക്കുന്നില്ലെങ്കിൽ എന്തു സംഭവിക്കും? പ്രൊഡക്ടിവിറ്റി ഇൻക്രീസസ്, അല്ലേ? പ്രൊഡക്ടിവിറ്റി കൂടും. അതാണോ? വർക്ക് എൻവയോൺമെൻറ്റ് ബിക്കം കെയോട്ടിക് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിൽ അതിൻ്റെ ആ വർക്കിംഗ് എൻവയോൺമെൻ്റ് ഉണ്ടല്ലോ, അത് ആകെ മെസ്സായിപ്പോൾ എന്ന് വെച്ചാൽ ഒരു അടുക്കും ചിട്ടയും ഒന്നുമില്ലാതെ ആകെ കുഴഞ്ഞു മറിഞ്ഞൊരവസ്ഥയായി മാറും. അതാണോ ഇനി? അതായത് ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കുമോ? എംപ്ലോയീസ് ഗെറ്റ് മോർ ബെനിഫിറ്റ്. ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ എംപ്ലോയീസിന് കൂടുതൽ ബെനിഫിറ്റ് കിട്ടുമെന്നാണോ? മാനേജേഴ്സ് ലൂസ് പവർ. മാനേജേഴ്സിന് അവരുടെ അധികാരം നഷ്ടപ്പെടുമെന്നാണോ? കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്, അല്ലേ? വർക്ക് എൻവയോൺമെൻറ്റ് ബിക്കം കെയോട്ടിക്. ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ ആ ഒരു വർക്കിംഗ് എൻവയോൺമെൻറ്റ് അത് കംപ്ലീറ്റ്ലി ഒരു കുഴഞ്ഞു മറിഞ്ഞ അവസ്ഥയിലേക്ക് അത് മാറും എന്നുള്ളതാണ്. അടുത്തത്, വാട്ട് ഡസ് ഓർഡർ എൻഷുർ ഇൻ ആൻ ഓർഗനൈസേഷൻ. ഒരു സ്ഥാപനത്തിൽ ഓർഡർ എന്താണ് ഉറപ്പുവരുത്തുന്നത്? ഓർഡർ ഉണ്ടെങ്കിൽ എന്താണ് ആ സ്ഥാപനത്തിന് കിട്ടുന്ന ബെനിഫിറ്റ്, പ്രയോജനം എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ് എന്തൊക്കെയാണ്? എവറിത്തിങ് ഈസ് ഇൻ ദ റൈറ്റ് പ്ലേസ്. എല്ലാ സാധനങ്ങളും അതിരിക്കേണ്ട സ്ഥാനത്ത് തന്നെ ഇരിക്കുന്നു. എംപ്ലോയീസ് വർക്ക് റാൻഡംലി. എംപ്ലോയീസ് അവർക്ക് തോന്നുന്ന പോലെ ജോലി ചെയ്യുന്നു. എംപ്ലോയീസ് ഡിസൈഡ് ദെയർ ഓൺ റോൾസ്. ഒരു എംപ്ലോയി എന്താണ് തൻ്റെ റോളെന്ന് അദ്ദേഹം തന്നെ തീരുമാനിക്കുന്ന അവസ്ഥ. ദെയർ ആർ നോ റൂൾസ്. അവിടെ പ്രത്യേകിച്ച് നിയമങ്ങളൊന്നുമില്ല, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നുമില്ല. എന്താണ് ഓർഡറുമായിട്ട് ഇതിനകത്ത് യോജിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്? എവറിത്തിങ് ഈസ് ഇൻ ദ റൈറ്റ് പ്ലേസ്, അല്ലേ? എല്ലാ കാര്യങ്ങളും അതിരിക്കേണ്ട സ്ഥാനത്ത് കൃത്യമായിട്ടിരിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓർഡർ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ എ, എവറിത്തിങ് ഈസ് ഇൻ ദ റൈറ്റ് പ്ലേസ് എന്നുള്ളതാണ്. അടുത്തത്, ഇൻ എ കമ്പനി വൈ ഈസ് ഇനീഷ്യേറ്റീവ് എൻകറേജ്ഡ്. അതായത് എംപ്ലോയീസിൻ്റെ ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്ന ആ ഒരു മാനേജ്മെൻറ്റ് തത്വം അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത് എന്തുകൊണ്ടാണ്? എംപ്ലോയീസ് അവരുടെ ഇനീഷ്യേറ്റീവ് എടുക്കുമ്പോൾ, അവരെന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു മുൻകൈ എടുക്കുമ്പം അവരെ പ്രോത്സാഹിപ്പിക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണ്? ഇറ്റ് ഹെൽപ്സ് എംപ്ലോയീസ് കോൺട്രിബ്യൂട്ട് ഐഡിയാസ്, അല്ലേ? എംപ്ലോയീസ് കൂടുതൽ ആ സ്ഥാപനത്തിന് വേണ്ടി അവർക്ക് സംഭാവനകൾ നൽകാൻ, അവരുടെ ഐഡിയാസ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ അവർ പ്രേരിതരാകും. ഇറ്റ് റെഡ്യൂസസ് എംപ്ലോയി പാർട്ടിസിപ്പേഷൻ. എംപ്ലോയീസിൻ്റെ പാർട്ടിസിപ്പേഷൻ കുറയ്ക്കും. അതാണോ? ഇറ്റ് അലൗസ് മാനേജേഴ്സ് ടു കൺട്രോൾ ഓൾ ടാസ്ക്. മാനേജേഴ്സ് എല്ലാ ടാസ്കുകളും മാനേജേഴ്സ് തന്നെ കൺട്രോൾ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാകും. ഇറ്റ് ഡിസ്കറേജസ് ടീം വർക്ക്. അതായത് ഒരുമിച്ച് ഒരു ടീം വർക്കിനെ അതെന്ത് ചെയ്യുന്നു? നിരുത്സാഹപ്പെടുത്തുന്നു. ഇതേതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്? ഇനീഷ്യേറ്റീവ് ഇതിലേത് ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്ന തത്വം ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഇറ്റ് ഹെൽപ്സ് എംപ്ലോയീസ് കോൺട്രിബ്യൂട്ട് ഐഡിയാസ്, അല്ലേ? കൂടുതൽ ആ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് കൂടുതൽ സംഭാവന ചെയ്യാനായിട്ട് അത് എംപ്ലോയീസിനെ സഹായിക്കും. കറക്റ്റ് ആൻസർ എ ആണ്. അടുത്തത്, വിച്ച് പ്രിൻസിപ്പിൾ ഫോക്കസസ് ഓൺ ഫെയർ സാലറീസ്. ഇതിൽ ഏത് പ്രിൻസിപ്പിളാണ് ഫെയർ സാലറീസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? ഡിസിപ്ലിൻ, റെമ്യൂണറേഷൻ, യൂണിറ്റി ഓഫ് ഡയറക്ഷൻ, സെൻട്രലൈസേഷൻ. വിച്ച് പ്രിൻസിപ്പിൾ ഫോക്കസസ് ഓൺ ഫെയർ സാലറീസ്? ഏതാണ്? ഡിസിപ്ലിൻ, റെമ്യൂണറേഷൻ, യൂണിറ്റി ഓഫ് ഡയറക്ഷൻ, സെൻട്രലൈസേഷൻ. നമുക്കറിയാം റെമ്യൂണറേഷൻ, അല്ലേ? അടുത്തത്, വൈ ഈസ് സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. എന്തുകൊണ്ടാണ് വ്യക്തി താല്പര്യങ്ങൾ സ്ഥാപനത്തിൻ്റെ താല്പര്യങ്ങളേക്കാൾ പ്രാധാന്യം കുറച്ച് അല്ലെങ്കിൽ നമ്മുടെ വ്യക്തി താല്പര്യങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ടത് സ്ഥാപനത്തിൻ്റെ താല്പര്യത്തിനാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെ ഒരു സബോർഡിനേഷൻ നമ്മുടെ ഭാഗത്തുണ്ടാവണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇറ്റ് എൻഷുവേഴ്സ് കമ്പനി ഗോൾസ് ആർ പ്രയോറിറ്റൈസ്. കമ്പനിയുടെ ലക്ഷ്യങ്ങൾക്കാണ് പ്രയോറിറ്റി കിട്ടുന്നത്, കമ്പനിയുടെ ഗോൾസിനാണ് പ്രയോറിറ്റി കിട്ടുന്നത് എന്നാണോ? ഇറ്റ് എൻകറേജസ് പേഴ്സണൽ ഗോൾസ് ഓവർ കമ്പനി സക്സസ്. കമ്പനിയുടെ സക്സസിനേക്കാൾ, കമ്പനിയുടെ വിജയത്തിനേക്കാൾ പ്രാധാന്യം വ്യക്തിപരമായ ആളുകളുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ലക്ഷ്യങ്ങൾക്കാണ്. അതിനെയാണ് ഇത് പ്രോത്സാഹിപ്പിക്കുന്നത്. ഇനി ഇറ്റ് റെഡ്യൂസസ് ടീം വർക്ക് അത് റെഡ്യൂസ് ചെയ്യുന്നു. ഇറ്റ് അലൗസ് എംപ്ലോയീസ് ടു വർക്ക് ഇൻ ഐസൊലേഷൻ. ഒറ്റയ്ക്ക് ജോലി ചെയ്യേണ്ട, ഐസൊലേഷനിൽ ജോലി ചെയ്യേണ്ട ഒരു സാഹചര്യം ഉളവാക്കുന്നുണ്ടോ? കറക്റ്റ് ആൻസർ ഏതാണ്? കറക്റ്റ് ആൻസർ എ ആണ്. ഇറ്റ് എൻഷുവേഴ്സ് കമ്പനി ഗോൾസ് ആർ പ്രയോറിറ്റൈസ്ഡ്. കമ്പനിയുടെ താല്പര്യങ്ങൾക്കാണ് പ്രാധാന്യം കിട്ടുന്നതെന്ന് ഉറപ്പുവരുത്താൻ ഈ ഒരു പ്രിൻസിപ്പിൾ സഹായിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഹാപ്പൻസ് ഇഫ് യൂണിറ്റി ഓഫ് കമാൻഡ് ഈസ് നോട്ട് ഫോളോഡ്? യൂണിറ്റി ഓഫ് കമാൻഡ് കൃത്യമായിട്ട് ഫോളോ ചെയ്യപ്പെടുന്നില്ലെങ്കിൽ
എന്ത് സംഭവിക്കും? എംപ്ലോയീസ് റിസീവ് കോൺഫ്ലിക്റ്റിംഗ് ഇൻസ്ട്രക്ഷൻസ്. അതായത് കോൺഫ്ലിക്റ്റ്, അതായത് ഓരോ മാനേജേഴ്സും എന്ത് ചെയ്യുന്നു, ഒരേ സബോർഡിനേറ്റിന് പല ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നു. അപ്പോൾ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുകയാണ് അല്ലേ, ഒരു ആശയക്കുഴപ്പം ഉണ്ടാകുന്നു. എംപ്ലോയീസ് വർക്ക് മോർ എഫിഷ്യൻ്റ്ലി, കൂടുതൽ എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യാൻ എംപ്ലോയീസിനെ അത് സഹായിക്കുന്നു. എംപ്ലോയീസ് റിസീവ് പ്രൊമോഷൻസ് ഫാസ്റ്റ്, പെട്ടെന്ന് പ്രൊമോഷൻ കിട്ടാൻ അത് സഹായിക്കും. ദർ ഈസ് നോ ഇമ്പാക്റ്റ് ഓൺ വർക്ക്. ഈ യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറഞ്ഞ മാനേജറിൻ്റെ തത്വം ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല, വർക്കിനെ അത് ഒരു തരത്തിലും ബാധിക്കുന്നില്ല. ഇതേതാണ് കറക്റ്റ് ആൻസർ? വാട്ട് ഹാപ്പൻസ് ഇഫ് യൂണിറ്റി ഓഫ് കമാൻഡ് ഈസ് നോട്ട് ഫോളോഡ്? കറക്റ്റ് ആൻസർ, എംപ്ലോയീസ് റിസീവ് കോൺഫ്ലിക്റ്റിംഗ് ഇൻസ്ട്രക്ഷൻസ്. എംപ്ലോയീസിന് പരസ്പര വിരുദ്ധമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും കിട്ടുന്നത്. അതുവഴി എന്ത് സംഭവിക്കും? കൺഫ്യൂഷൻ ഉണ്ടാകും അല്ലേ. അത് മൊത്തത്തിൽ ആ സ്ഥാപനത്തിൻ്റെയും അതുപോലെ തന്നെ എംപ്ലോയീസിൻ്റെ എല്ലാം എഫിഷ്യൻസിയെ അത് ബാധിക്കുന്നു. ഇനി അടുത്തത്, വാട്ട് ഈസ് ദ പ്രൈമറി ഗോൾ ഓഫ് ഇക്വിറ്റി ഇൻ മാനേജ്മെൻറ്റ്? മാനേജ്മെൻറ്റിൽ ഈ ഇക്വിറ്റി എന്ന ആ തത്വത്തിൻ്റെ പ്രാധാന്യം എന്താണ്? ട്രീറ്റിംഗ് എംപ്ലോയീസ് ഫെയർലി, റെഡ്യൂസിങ് സാലറീസ്, എലിമിനേറ്റിംഗ് ടീം വർക്ക്, ഇൻക്രീസിങ് കോൺഫ്ലിക്റ്റ്. ഏതാണ് കറക്റ്റ് ആൻസർ? ട്രീറ്റിംഗ് എംപ്ലോയീസ് ഫെയർലി. എല്ലാ എംപ്ലോയീസിനെയും ഒരേപോലെ കാണുന്നതിനെയാണ് നമ്മൾ ഇക്വിറ്റി എന്ന തത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ഏതാണ്? ട്രീറ്റിംഗ് എംപ്ലോയീസ് ഫെയർലി. അടുത്ത ക്വസ്റ്റ്യൻ, എസ്പിരിറ്റ് ഡി കോർപ്സ് റിസൾട്ട് ഇൻ ഹയർ ടീം മൊറൈൽ, ഇൻക്രീസ്ഡ് വർക്ക് പ്ലേസ് കോൺഫ്ലിക്ട്സ്, എംപ്ലോയി ഐസൊലേഷൻ, റെഡ്യൂസ്ഡ് എഫിഷ്യൻസി. ഫസ്റ്റ് ഓപ്ഷനാണ് അല്ലേ, അതിൽ സംശയമില്ല. ടീം മൊറൈൽ അതെന്ത് ചെയ്യുന്നു? വർദ്ധിപ്പിക്കുന്നു അല്ലേ. ഒരു ടീം സ്പിരിറ്റ് അത് വർദ്ധിപ്പിക്കുന്നു. അതാണ് എസ്പിരിറ്റ് ഡി കോർപ്സ്. ഈ ഒരു പ്രിൻസിപ്പിൾ കൊണ്ടുള്ള പ്രയോജനം അതാണ്. അടുത്തത് അസഷൻ റീസൺ ആണ്. അസഷൻ, the principle of division of work ensures specialization leading to efficiency and productivity. ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറയുന്ന ആ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ എന്തിലേക്ക് നയിക്കുന്നു, അല്ലെങ്കിൽ എന്തുറപ്പ് വരുത്തുന്നു? സ്പെഷ്യലൈസേഷൻ, അതുപോലെ എഫിഷ്യൻസിയിലും പ്രൊഡക്ടിവിറ്റിയിലും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. അതൊരു കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണല്ലോ അല്ലേ. അതിൻ്റെ കാരണം, റീസൺ, when work is divided among employees based on their skills, they develop expertise, improving output quality. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണോ? വർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ എംപ്ലോയീസിന് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനും അവരുടെ എക്സ്പെർട്ടൈസ് ഡെവലപ്പ് ചെയ്യാനും അങ്ങനെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനും അതിലൂടെ സാധിക്കും. ഇതിലേതാണ് കറക്റ്റ്? എ ഈസ് കറക്റ്റ് അല്ലേ. ബോത്ത് എ ആൻഡ് ആർ ആർ കറക്റ്റ് ആൻഡ് ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. അതായത് ഡിവിഷൻ ഓഫ് വർക്ക് സ്പെഷ്യലൈസേഷൻ എഫിഷ്യൻസിയിലേക്ക് നയിക്കുന്നതിൻ്റെ കാരണം എന്താണ്? എംപ്ലോയീസിന് കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റുന്നു? അവരുടെ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും അതുവഴി അവരുടെ സ്കില്ലും എക്സ്പെർട്ടൈസും വർദ്ധിപ്പിക്കാനും അങ്ങനെ ഔട്ട്പുട്ട് ക്വാളിറ്റി കൂട്ടാനും അതിലൂടെ സാധിക്കുന്നു. അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. എന്താണ്? ബോത്ത് എ ആൻഡ് ആർ ആർ കറക്റ്റ് ആൻഡ് ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്, ദ പ്രിൻസിപ്പിൾ ഓഫ് യൂണിറ്റി ഓഫ് കമാൻഡ് സ്റ്റേറ്റ്സ് ദാറ്റ് എംപ്ലോയീസ് ഷുഡ് റിസീവ് ഇൻസ്ട്രക്ഷൻസ് ഫ്രം ഓൺലി വൺ സുപ്പീരിയർ. യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുന്ന ആ ഒരു പ്രിൻസിപ്പിൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എംപ്ലോയീസിന് ഒരു സുപ്പീരിയറിൽ നിന്ന് മാത്രം ഇൻസ്ട്രക്ഷൻസ് കിട്ടുക, ഓൺലി വൺ സുപ്പീരിയർ. അതാണ് സ്റ്റേറ്റ്മെൻറ്റ്. അതിൻ്റെ കാരണം, റിസീവിങ് ഓർഡേഴ്സ് ഫ്രം മൾട്ടിപ്പിൾ സുപ്പീരിയേഴ്സ് ക്യാൻ ലീഡ് ടു കൺഫ്യൂഷൻ, കോൺഫ്ലിക്റ്റിംഗ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് റെഡ്യൂസ്ഡ് എഫിഷ്യൻസി. അതായത് എംപ്ലോയീസിന് ഒരു സുപ്പീരിയറിൽ നിന്ന് മാത്രമേ ഇൻസ്ട്രക്ഷൻസ് അറ്റ് എ ടൈം ലഭിക്കാവുള്ളൂ എന്ന് പറയുന്നതിൻ്റെ പിന്നിലെ കാരണം, അവർക്ക് മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻസ് കിട്ടിയാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. കൺഫ്യൂഷൻ ഉണ്ടാകും, ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകുന്നു, അതുപോലെ തന്നെ കോൺഫ്ലിക്റ്റും, അതുപോലെ ഇതെല്ലാം അവരുടെ റെഡ്യൂസ്ഡ് എഫിഷ്യൻസി, അവരുടെ കാര്യക്ഷമതയെല്ലാം അതെന്ത് ചെയ്യുന്നു? ബാധിക്കുന്നു. അപ്പം അതുകൊണ്ട് അസർഷനും റീസണും, അതിൻ്റെ റീസണും കറക്റ്റാണ്. ബോത്ത് എ ആൻഡ് ആർ ആർ കറക്റ്റ് ആൻഡ് ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. അതാണ് എൻ്റെ ആൻസർ. അടുത്തത്, ദ പ്രിൻസിപ്പിൾ ഓഫ് റെമ്യൂണറേഷൻ എൻഷുവേഴ്സ് ദാറ്റ് എംപ്ലോയീസ് ഷുഡ് ബി ഫെയർലി പെയ്ഡ് ഫോർ ദെയർ വർക്ക്. റെമ്യൂണറേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രിൻസിപ്പിൾ എന്താണ് ഉറപ്പുവരുത്തുന്നത്?
എല്ലാ എംപ്ലോയീസിനും അവരർഹിക്കുന്ന ഫെയർ ആയിട്ടുള്ള റെമ്യൂണറേഷൻ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് സാലറി കിട്ടുന്നുണ്ട്, ഫെയർ പേയ്മെൻറ്റ് ഉറപ്പ് വരുത്താനുള്ള ഒരു പ്രിൻസിപ്പിളാണത്. ഫെയർ വേജസ് ആൻഡ് ഇൻസെൻറ്റീവ്സ് ഇൻക്രീസ് എംപ്ലോയി മോട്ടിവേഷൻ, ജോബ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് പ്രൊഡക്ടിവിറ്റി. അതായത് ഈ പ്രിൻസിപ്പിൾ ഓഫ് റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും ഫെയർ പേയ്മെൻറ്റ് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ഇങ്ങനൊരു പ്രിൻസിപ്പിൾ വെച്ചതിൻ്റെ പിന്നിലെ കാരണം എന്താണ്? കാരണം അങ്ങനെ ഫെയർലി പേയ്മെൻറ്റ് കിട്ടിയാൽ മാത്രമേ അത് എംപ്ലോയിയുടെ മോട്ടിവേഷനിലേക്കും ജോബ് സാറ്റിസ്ഫാക്ഷനിലേക്കും അതുപോലെ തന്നെ പ്രൊഡക്ടിവിറ്റിയിലേക്കും നയിക്കുകയുള്ളൂ. അപ്പോൾ ബോത്ത് എ ആൻഡ് ആർ കറക്റ്റ് ആൻഡ് ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. Question: according to the principle of subordination of individual interest, the organization's interest should take priority over individual interest. ഇപ്പോൾ സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് എന്ന ആ ഒരു മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ അനുസരിച്ച് വ്യക്തികളുടെ താല്പര്യത്തിനേക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് സ്ഥാപനത്തിൻ്റെ താല്പര്യത്തിനാണ് എന്നാണ് പറയുന്നത്. അതിൻ്റെ കാരണമായിട്ട് പറയുന്നത് ഇഫ് എംപ്ലോയീസ് പ്രയോറിറ്റൈസ് ദെയർ പേഴ്സണൽ ഇൻട്രസ്റ്റ് ഓവർ കമ്പനീസ് ഗോൾസ്, ഓർഗനൈസേഷണൽ സക്സസ് മേ ബി കോംപ്രമൈസ്ഡ്. അതായത് ഓർഗനൈസേഷൻ്റെ താല്പര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതിന് പകരം വ്യക്തികളുടെ താല്പര്യത്തിന് പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ ഓർഗനൈസേഷൻ്റെ വിജയത്തെ അത് എന്ത് ചെയ്യും, ബാധിക്കും എന്നാണ് പറയുന്നത്. ഓർഗനൈസേഷൻ സക്സസ്ഫുൾ ആകാനുള്ള സാധ്യത കുറയും. അതുകൊണ്ടാണ് സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ തത്വം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. Both A and R are correct and R is the correct explanation of A. അടുത്തത്, the principle of stability of tenure helps improve efficiency by ensuring job security. Stability of tenure എന്ന് പറയുന്ന മാനേജ്മെൻറ്റ് തത്വം ഒരാളുടെ ജോബ് സെക്യൂരിറ്റിയെ, ഒരു എംപ്ലോയിയുടെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കും. കാരണം അയാൾക്ക് ജോബ് സെക്യൂരിറ്റി ഉണ്ട്, എൻ്റെ ജോലി സുരക്ഷിതമാണ് എന്നൊരു ചിന്ത ഒരാൾക്ക് വരുമ്പോൾ അത് അയാളുടെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കും എന്നാണ് പറയുന്നത്. ഹൈ എംപ്ലോയി ടേൺ ഓവർ ലീഡ്സ് ടു ഹയർ റിക്രൂട്ട്മെൻറ്റ് കോസ്റ്റ്, ലോസ് ഓഫ് എക്സ്പീരിയൻസ്ഡ് വർക്കേഴ്സ് ആൻഡ് ഡിസ്റപ്ഷൻ ഇൻ വർക്ക് ഫ്ലോ. ഏതാണ് കറക്റ്റ്? അസെഷൻ എ പറയുന്നത് സ്റ്റെബിലിറ്റി ഓഫ് ടെന്യൂർ എന്ന് പറയുന്നത് ഒരു എംപ്ലോയിയുടെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കുന്നു ബൈ എൻഷുറിങ് ജോബ് സെക്യൂരിറ്റി. അതിൻ്റെ കാരണം ഹൈ എംപ്ലോയി ടേൺ ഓവർ ലീഡ്സ് ടു ഹയർ റിക്രൂട്ട്മെൻറ്റ് കോസ്റ്റ്, കൂടുതൽ റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്നതിനുള്ള കോസ്റ്റ് വർദ്ധിക്കുന്നു. അതുപോലെ എക്സ്പീരിയൻസ്ഡ് വർക്കേഴ്സിനെ നഷ്ടപ്പെടുന്നു. അങ്ങനെ വർക്ക് ഫ്ലോയിൽ ഒരു തടസ്സം ഉണ്ടാകുന്നു. ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണോ? ദ പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റെബിലിറ്റി ഓഫ് ടെന്യൂർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്ഥാപനത്തിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു എംപ്ലോയിക്ക് എന്താണ്, കൂടുതൽ അയാൾ വർക്ക് ചെയ്യുന്നു, അങ്ങനെ അയാളുടെ എഫിഷ്യൻസി വർദ്ധിക്കുന്നു, അയാൾ ആ വർക്കിൽ മാസ്റ്റർ ചെയ്യുന്നു അല്ലേ? അങ്ങനെ സംഭവിക്കുന്നില്ലെങ്കിൽ, അങ്ങനെ ഒരു സ്റ്റെബിലിറ്റി ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? പുതിയ ആൾക്കാരെ റിക്രൂട്ട് ചെയ്യണം. ആ എംപ്ലോയിക്ക് ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകാം. പുതിയ ആൾക്കാരെ റിക്രൂട്ട് ചെയ്യണം. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വർക്കേഴ്സിന് താല്പര്യം നഷ്ടപ്പെടുത്തും. അതുപോലെ തന്നെ അങ്ങനെ നഷ്ടപ്പെടും. അങ്ങനെ ആ വർക്കിൽ എന്തുണ്ടാവും? ഒരു ഡിസ്റപ്ഷൻ ഉണ്ടാവും, ഒരു തടസ്സമുണ്ട്. ആ വർക്ക് ഫ്ലോ സ്മൂത്ത് ആയിട്ട് പോകുന്നു നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അപ്പം അതുകൊണ്ട് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ബോത്ത് എ ആൻഡ് ആർ കറക്റ്റ്, ആൻഡ് ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. അടുത്ത ക്വസ്റ്റ്യൻ, ദ പ്രിൻസിപ്പിൾ ഓഫ് എസ്പിരിറ്റ് ഡി കോർപ്സ് പ്രൊമോട്ട്സ് ടീം സ്പിരിറ്റ് ആൻഡ് ഹാർമണി എമംഗ് എംപ്ലോയീസ്. ദ പ്രിൻസിപ്പിൾ ഓഫ് എസ്പിരിറ്റ് ഡി കോർപ്സ് പ്രൊമോട്ട്സ് ടീം സ്പിരിറ്റ് ആൻഡ് ഹാർമണി എമംഗ് എംപ്ലോയീസ്. അത് ശരിയായൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ? അടുത്തത്, എൻകറേജിങ് ടീം വർക്ക് ആൻഡ് കോഓപ്പറേഷൻ എൻഹാൻസസ് എംപ്ലോയി മൊറൈൽ, ജോബ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ഓവറോൾ പ്രൊഡക്ടിവിറ്റി. ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റ് ആണോ? കറക്റ്റ് ആണ് അല്ലേ? ദ പ്രിൻസിപ്പിൾ ഓഫ് എസ്പിരിറ്റ് ഡി കോർപ്സ് പ്രൊമോട്ട്സ് ടീം സ്പിരിറ്റ് ആൻഡ് ഹാർമണി, എൻകറേജിങ് ടീം വർക്ക് ആൻഡ് കോഓപ്പറേഷൻ എൻഹാൻസസ് എംപ്ലോയി മൊറൈൽ, ജോബ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ഓവറോൾ പ്രൊഡക്ടിവിറ്റി. രണ്ട് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റ് ആണ് അല്ലേ? ഒരു സഹവർത്തിത്വത്തോടെ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പം ആളുകൾക്ക് എന്താവും? അവരുടെ മൊറൈൽ വർദ്ധിക്കും അല്ലേ? എംപ്ലോയി മൊറൈൽ, അവർക്ക് അവിടെ വർക്ക് ചെയ്യാനുള്ള താല്പര്യം, ഒരു സാറ്റിസ്ഫാക്ഷൻ, ഇതെല്ലാം കൂടും. ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. അങ്ങനെ ഇതെല്ലാം എന്തിലേക്ക് നയിക്കുന്നു? പ്രൊഡക്ടിവിറ്റി, കൂടുതൽ കാര്യക്ഷമതയിലേക്ക്, ഉൽപ്പാദനക്ഷമതയിലേക്ക് അത് നയിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് ആൻസർ ബോത്ത് എ ആൻഡ് ആർ ആർ കറക്റ്റ്, ആൻഡ് ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. അടുത്തത്,
ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഡിവിഷൻ ഓഫ് വർക്ക്. ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറയുന്ന ആ പ്രിൻസിപ്പിളിനെ സംബന്ധിച്ച് ഇതിൽ ഇനി പറയുന്നതിൽ ഏതാണ് ശരിയായ പ്രസ്താവന? ഒന്ന്, ഇറ്റ് ലീഡ്സ് ടു സ്പെഷ്യലൈസേഷൻ ആൻഡ് ഇൻക്രീസ്ഡ് എഫിഷ്യൻസി. സ്പെഷ്യലൈസേഷനിലേക്കും എഫിഷ്യൻസി വർദ്ധിപ്പിക്കുന്നതിലേക്കും ഈ ഡിവിഷൻ ഓഫ് വർക്ക് സഹായിക്കുന്നു. രണ്ടാമത്തത്, ഇറ്റ് റെഡ്യൂസസ് ദ നീഡ് ഫോർ ടീം വർക്ക് ഇൻ ആൻ ഓർഗനൈസേഷൻ. ടീം വർക്കിൻ്റെ സാഹചര്യം, ടീം വർക്കിൻ്റെ ആവശ്യകതയെ ഇല്ലാതാക്കുന്നു. എംപ്ലോയീസ് പെർഫോമിംഗ് മൾട്ടിപ്പിൾ റോൾസ് ഇംപ്രൂവ്സ് പ്രൊഡക്ടിവിറ്റി. എംപ്ലോയി പല റോളുകൾ ഒരേ സമയം മൾട്ടിപ്പിൾ റോൾസ് പെർഫോം ചെയ്യുമ്പോൾ അത് പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നു. ഇനി ഇറ്റ് എൻഷുവേഴ്സ് ദാറ്റ് ടാസ്ക്സ് ആർ അസൈൻ ബേസ്ഡ് ഓൺ എക്സ്പെർട്ടൈസ്. അതായത് എക്സ്പെർട്ടൈസിൻ്റെ അടിസ്ഥാനത്തിൽ എത്രത്തോളം വിദഗ്ധരാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ടാസ്ക് വിഭജിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ടാസ്ക് കൊടുക്കുന്നത്. ഇതിലേതാണ് ഡിവിഷൻ ഓഫ് വർക്കിനെ സംബന്ധിച്ച് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്? ഇറ്റ് ലീഡ്സ് ടു സ്പെഷ്യലൈസേഷൻ ആൻഡ് ഇൻക്രീസ്ഡ് എഫിഷ്യൻസി. അത് കറക്റ്റാണ് അല്ലേ? ഡിവിഷൻ ഓഫ് വർക്കിലൂടെ എന്ത് സംഭവിക്കുന്നു? സ്പെഷ്യലൈസേഷനും അതുപോലെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കാനും സാധിക്കുന്നു. ഇനി അടുത്തത്, ഇറ്റ് റെഡ്യൂസസ് ദ നീഡ് ഫോർ ടീം വർക്ക് ഇൻ ആൻ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനിലെ ടീം വർക്കിൻ്റെ ആവശ്യകത ഇല്ലാതാക്കുന്നുണ്ടോ? ഇനി എംപ്ലോയീസ് പെർഫോമിംഗ് മൾട്ടിപ്പിൾ റോൾസ് ഇംപ്രൂവ്സ് പ്രൊഡക്ടിവിറ്റി അത് വർദ്ധിപ്പിക്കുന്നുണ്ടോ? ഏതാണ് കറക്റ്റ് ആൻസർ? 1 and 4 അല്ലേ? ഇറ്റ് എൻഷുവേഴ്സ് ദാറ്റ് ടാസ്ക്സ് ആർ അസൈൻ ബേസ്ഡ് ഓൺ എക്സ്പെർട്ടൈസ്. അതായത് എത്രത്തോളം ഒരു മേഖലയിൽ പ്രാവീണ്യമുണ്ട് അല്ലെങ്കിൽ വിദഗ്ധരാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്ത് ചെയ്യുന്നത്? ടാസ്കുകൾ അസൈൻ ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് ആൻസർ 1 and 4. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് യൂണിറ്റി ഓഫ് കമാൻഡ് ആർ കറക്റ്റ്? യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുന്ന ആ സ്റ്റേറ്റ്മെൻറ്റ് തത്വവുമായി ബന്ധപ്പെട്ട് ഏത് പ്രസ്താവനയാണ് ശരിയായിരിക്കുന്നത്? എംപ്ലോയീസ് ഷുഡ് റിസീവ് ഓർഡേഴ്സ് ഫ്രം മൾട്ടിപ്പിൾ സൂപ്പർവൈസേഴ്സ് ഫോർ ബെറ്റർ കോർഡിനേഷൻ. യൂണിറ്റി ഓഫ് കമാൻഡിൽ മൾട്ടിപ്പിൾ സൂപ്പർവൈസേഴ്സിൽ നിന്ന് എന്ത് കിട്ടുന്നു? ഓർഡേഴ്സ് കിട്ടുന്നു. ഇതാണ് യൂണിറ്റി ഓഫ് കമാൻഡ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്തത്, ഇറ്റ് ഹെൽപ്സ് അവോയ്ഡ് കൺഫ്യൂഷൻ ആൻഡ് എൻഷുവേഴ്സ് ക്ലിയർ അക്കൗണ്ടബിലിറ്റി. കൺഫ്യൂഷൻ ഒഴിവാക്കാനും അക്കൗണ്ടബിലിറ്റി ഉറപ്പാക്കാനും അത് സഹായിക്കുന്നു. ഇനി ദിസ് പ്രിൻസിപ്പിൾ റെഡ്യൂസസ് കോൺഫ്ലിക്ട്സ് ബൈ എൻഷുറിങ് എ സിംഗിൾ ചെയിൻ ഓഫ് കമാൻഡ്. കോൺഫ്ലിക്റ്റുകൾ ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നു. അടുത്തത്, എംപ്ലോയി റിപ്പോർട്ടിംഗ് ടു മൾട്ടിപ്പിൾ മാനേജേഴ്സ് ഇൻക്രീസസ് എഫിഷ്യൻസി. പല മാനേജേഴ്സിനോട് ഒരേ സമയം റിപ്പോർട്ടിംഗ് ചെയ്യുന്നത് എഫിഷ്യൻസി വർദ്ധിപ്പിക്കുമെന്നാണ് പറയുന്നത്. ഇതിലേതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ്? 2 and 3 അല്ലേ? ഇറ്റ് ഹെൽപ്സ് അവോയ്ഡ് കൺഫ്യൂഷൻ. ഒരാളിൽ നിന്ന് മാത്രമാണ് ഇൻസ്ട്രക്ഷൻസ് കിട്ടുന്നതെങ്കിൽ കൺഫ്യൂഷൻ ഒഴിവാകും. അതുപോലെ എന്ത് ചെയ്യണം എന്നുള്ളതിനെ സംബന്ധിച്ച ഒരു കൃത്യത ഉണ്ടായിരിക്കും, അക്കൗണ്ടബിലിറ്റിയും അതുവഴി ഉണ്ടായിരിക്കും. ഇനി പ്രിൻസിപ്പിൾ റെഡ്യൂസസ് കോൺഫ്ലിക്ട്സ്. ഈ ഒരു പ്രിൻസിപ്പിൾ എന്തൊഴിവാക്കുന്നു? യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ കോൺഫ്ലിക്റ്റുകൾ, തർക്കങ്ങൾ, ആശയക്കുഴപ്പങ്ങളും തർക്കങ്ങളും ഒക്കെ എന്താവുന്നു? അതെല്ലാം ഒഴിവാക്കുന്നു. അതുകൊണ്ട് കറക്റ്റ് ആൻസർ ബി ആണ്. 2 and 3 ആർ കറക്റ്റ്. രണ്ടാമത്തെയും മൂന്നാമത്തെയും സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് ആയിരിക്കുന്നത്. അടുത്തത്, ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് ദ പ്രിൻസിപ്പിൾ ഓഫ് റെമ്യൂണറേഷൻ. Fair compensation motivates employees and improves productivity. It only includes monetary benefits like salary and wages. Proper remuneration helps retain talented employees. Non-monetary incentives like recognition and rewards are also part of remuneration. ഇപ്പോൾ റെമ്യൂണറേഷനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്നതിൽ ഏതാണ് ശരിയായ പ്രസ്താവന? ഫെയർ കോമ്പൻസേഷൻ മോട്ടിവേറ്റ്സ് എംപ്ലോയീസ് ആൻഡ് ഇംപ്രൂവ്സ് പ്രൊഡക്ടിവിറ്റി. അത് ശരിയാണല്ലോ അല്ലേ? റെമ്യൂണറേഷൻ എന്ന് പറയുമ്പോൾ ഫെയർ ആയിട്ടുള്ള റെമ്യൂണറേഷൻ കിട്ടുന്നത് എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യും, അതുപോലെ തന്നെ അവരുടെ പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് ശരിയായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണല്ലോ അല്ലേ? അടുത്തത്, ഇറ്റ് ഓൺലി ഇൻക്ലൂഡ്സ് മോണിറ്ററി ബെനിഫിറ്റ് ലൈക്ക് സാലറി ആൻഡ് വേജസ്. സാലറിയും വേജസും പോലുള്ള കാര്യങ്ങൾ മാത്രമാണ് അതിൽ ഉൾപ്പെടുന്നത്. അടുത്തത്, പ്രോപ്പർ റെമ്യൂണറേഷൻ ഹെൽപ്പ് റീറ്റെയിൻ ടാലൻറ്റഡ് എംപ്ലോയീസ്. ടാലൻറ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ നിലനിർത്താനായിട്ട് പ്രോപ്പർ റെമ്യൂണറേഷൻസ്, അവർ ആ ഒരു സ്ഥാപനം വിട്ട് വേറൊരു സ്ഥാപനത്തിൽ ജോലിക്ക് പോകുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാൻ ഫെയർ റെമ്യൂണറേഷൻ ഉണ്ടെങ്കിൽ സാധിക്കും. അടുത്തത്, നോൺ മോണിറ്ററി ഇൻസെൻറ്റീവ്സ് ലൈക്ക് റെക്കഗ്നിഷൻ ആൻഡ് റിവാർഡ്സ് ആർ ഓൾസോ പാർട്ട് ഓഫ് റെമ്യൂണറേഷൻ. ഏതാണ് കറക്റ്റ് ആൻസർ? 1, 3 and 4 അല്ലേ?
മോണിറ്ററി ബെനിഫിറ്റ്സ് ലൈക്ക് സാലറി ആൻഡ് വേജസ് മാത്രമല്ല ഈ റെമ്യൂണറേഷനകത്ത് ഉൾപ്പെടുന്നത് അല്ലേ. ഇറ്റ് ഓൺലി ഇൻക്ലൂഡ്സ് മോണിറ്ററി ബെനിഫിറ്റ്സ് ലൈക്ക് സാലറി ആൻഡ് വേജസ് അല്ലേ. അത് തെറ്റായൊരു പ്രസ്താവനയാണ്. നോൺ മോണിറ്ററി ആയിട്ടുള്ള ഇൻസെൻറ്റീവ്സും റിവാർഡ്സും ഒക്കെ എന്ത് ചെയ്യുന്നു, ഈ പ്രിൻസിപ്പിളിനകത്ത് ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് 1, 3 and 4. 1, 3 and 4 ആർ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ്. അടുത്തത്, which statements correctly describe the principle of subordination of individual interest? Organizational goals should take precedence over personal interest. പേഴ്സണൽ ഇൻട്രസ്റ്റിനേക്കാൾ കൂടുതൽ ഓർഗനൈസേഷണൽ ഗോൾസിന് പ്രാധാന്യം കൊടുക്കുക. എംപ്ലോയീസ് ഷുഡ് ഓൾവേസ് ഫോക്കസ് ഓൺ ദെയർ കരിയർ ഗ്രോത്ത് ഫസ്റ്റ്. അവരുടെ സ്വന്തം കരിയർ ഗ്രോത്തിന് വേണ്ടി മാത്രമായിരിക്കണം എംപ്ലോയീസ് ഫോക്കസ് ചെയ്യേണ്ടത്. പേഴ്സണൽ ഇൻട്രസ്റ്റ് ഓഫ് എംപ്ലോയീസ് ഷുഡ് അലൈൻ വിത്ത് കമ്പനി ഒബ്ജക്റ്റീവ്സ്. കമ്പനിയുടെ ലക്ഷ്യങ്ങളുമായിട്ട് പേഴ്സണൽ താല്പര്യങ്ങൾ, വ്യക്തിപരമായ താല്പര്യങ്ങൾ അലൈൻ ചെയ്ത് കൊണ്ടുപോകാൻ, അതിനോട് ചേർന്ന് കൊണ്ടുപോകാനായിട്ട് സാധിക്കണം. ദിസ് പ്രിൻസിപ്പിൾ ഹെൽപ്സ് ഇൻ മെയിൻറ്റെയിനിങ് ഡിസിപ്ലിൻ ആൻഡ് ഓർഡർ ഇൻ ആൻ ഓർഗനൈസേഷൻ. ഈ ഒരു ഇതിലേതാണ് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്? പേഴ്സണൽ ഇൻട്രസ്റ്റ്, എംപ്ലോയി ഷുഡ് ഓൾവേസ് ഫോക്കസ് ഓൺ ദെയർ കരിയർ ഗ്രോത്ത് ഫസ്റ്റ്. സ്വന്തം കരിയർ ഗ്രോത്ത് മാത്രമാണ് ഒരു എംപ്ലോയി ഫോക്കസ് ചെയ്യേണ്ടത്. അതാണോ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഈ സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അല്ലേ. ബാക്കിയുള്ള 3 സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റാണ്. വ്യക്തി താല്പര്യങ്ങളെക്കാൾ സ്ഥാപനത്തിൻ്റെ, ഓർഗനൈസേഷൻ്റെ ഗോൾസിന് പ്രാധാന്യം കൊടുക്കണം. ഇനി നമ്മുടെ താല്പര്യങ്ങൾ ഓർഗനൈസേഷൻ്റെ താല്പര്യങ്ങളുമായിട്ട് ചേർന്ന് പോകുന്നു എന്ന് ഉറപ്പുവരുത്തണം. 3ാമത്തെ ഓപ്ഷൻ അതാണ് പറയുന്നത്. 4ാമത്തെ ഓപ്ഷൻ മെയിൻറ്റെയിനിങ് ഡിസിപ്ലിൻ ആൻഡ് ഓർഡർ ഇൻ ആൻ ഓർഗനൈസേഷൻ. അത് ഒരു അച്ചടക്കം നിലനിർത്താനായിട്ട് അത് സഹായിക്കുന്നു എന്നുള്ളതാണ്. അടുത്തത്, ഐഡൻറ്റിഫൈ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. സെൻട്രലൈസേഷനെ സംബന്ധിച്ചും ഡീസെൻട്രലൈസേഷനെ സംബന്ധിച്ചുമുള്ള തെറ്റായ പ്രസ്താവന എന്താണ്? ഇൻ എ സെൻട്രലൈസ്ഡ് സിസ്റ്റം ഓൾ ഡിസിഷൻസ് ആർ ടേക്കൺ അറ്റ് ദ ടോപ്പ് ലെവൽ. അത് ശരിയാണ്. സെൻട്രലൈസ്ഡ് സിസ്റ്റത്തിൽ എല്ലാ ഡിസിഷൻസും ടോപ്പ് ലെവലിൽ എടുക്കപ്പെടുന്നു. ഡീസെൻട്രലൈസേഷൻ റെഡ്യൂസസ് ദ റോൾ ഓഫ് മിഡിൽ ആൻഡ് ലോവർ മാനേജ്മെൻറ്റ്. മിഡിൽ ആൻഡ് ലോവർ മാനേജ്മെൻറ്റിലുള്ള മാനേജ്മെൻറ്റിൻ്റെ റോള് കുറയ്ക്കുകയാണ് ഡീസെൻട്രലൈസേഷൻ ചെയ്യുന്നത്. അത് ശരിയാണോ? സെൻട്രലൈസേഷൻ allows lower level managers to make important strategic decisions. സെൻട്രലൈസേഷൻ ലോവർ ലെവൽ മാനേജേഴ്സിനെ കൊണ്ട് പ്രധാനപ്പെട്ട സ്ട്രാറ്റജിക് ആയിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കാൻ അനുവാദം കൊടുക്കുന്നു, അവരെ അനുവദിക്കുന്നു. അത് ശരിയാണോ? എ ബാലൻസ് ബിറ്റ്വീൻ സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ ഈസ് എസെൻഷ്യൽ ഫോർ എഫിഷ്യൻസി. അപ്പോൾ ആദ്യത്തെ പ്രസ്താവന ശരിയാണ് അല്ലേ. ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റത്തിൽ എല്ലാ ഡിസിഷനും ടോപ്പ് മാനേജ്മെൻറ്റിൽ തന്നെയാണ് എടുക്കപ്പെടുന്നത്. അടുത്ത പോയിന്റ് പറയുന്നത്, ഡീസെൻട്രലൈസേഷൻ റെഡ്യൂസസ് ദ റോൾ ഓഫ് മിഡിൽ ആൻഡ് ലോവർ ലെവൽ മാനേജ്മെൻറ്റ്. ഡീസെൻട്രലൈസേഷൻ ശരിക്കും മിഡിൽ ലെവൽ, ലോവർ ലെവൽ മാനേജേഴ്സിൻ്റെ റോള് കൂട്ടുകയാണ് ചെയ്യുന്നത് അല്ലേ. അവരുടെ ഇമ്പോർട്ടൻസ് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇനി സെൻട്രലൈസേഷൻ അലൗസ് ലോവർ ലെവൽ മാനേജേഴ്സ് ടു മേക്ക് ഇമ്പോർട്ടൻറ്റ് സ്ട്രാറ്റജിക് ഡിസിഷൻ. പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുക്കാൻ സെൻട്രലൈസേഷൻ ലോവർ ലെവൽ മാനേജേഴ്സിനെ അനുവദിക്കുകയാണ് എന്ന് പറയുന്നത്. അത് ശരിയായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണോ? അല്ല. എ ബാലൻസ് ബിറ്റ്വീൻ സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ ഈസ് എസെൻഷ്യൽ ഫോർ എഫിഷ്യൻസി. അതൊരു കറക്റ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് സെക്കൻഡും തേർഡുമാണ്. ആൻസർ 2 and 3. ഈ 2 പ്രസ്താവനകൾ, ഈ 2 സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. അടുത്തത്, ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് ദ പ്രിൻസിപ്പിൾ ഓഫ് സ്കാലർ ചെയിൻ. സ്കാലർ ചെയിൻ എന്ന് പറയുന്ന പ്രിൻസിപ്പിളിനെ സംബന്ധിച്ചിടത്തോളം തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് എന്നുള്ളത്. സ്കാലർ ചെയിൻ റെഫേഴ്സ് ടു എ സ്ട്രക്ചേർഡ് ഹൈറാർക്കി വെയർ കമ്മ്യൂണിക്കേഷൻ ഫ്ലോസ് ഇൻ ആൻ ഓർഡർലി മാനർ. സ്കാലർ ചെയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ് അല്ലേ. ഒരു സ്ട്രക്ചേർഡ് ഹൈറാർക്കിയിലൂടെ ആശയവിനിമയം തടസ്സമൊന്നും കൂടാതെ ഒരു ഓർഡർലി മാനറിൽ ഫ്ലോ ചെയ്യുന്നതിനെയാണ് സ്കാലർ ചെയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ശരിയായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. എംപ്ലോയീസ് ആർ എൻകറേജ്ഡ് ടു ബൈപാസ് ദ ഹൈറാർക്കി ഫോർ ഫാസ്റ്റർ ഡിസിഷൻ മേക്കിംഗ്. അതായത് ഈ ഹൈറാർക്കിയെ ബ്രേക്ക് ചെയ്യാനായിട്ട്, അതായത് ഇങ്ങനെ ഒരു ഫ്ലോ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഡയറക്റ്റായിട്ട് ഇപ്പോൾ ചിലപ്പോൾ ഒരു എംപ്ലോയി സിഇഒയോട് സംസാരിക്കുന്നത്
അത് ഇതിനകത്ത് ഉൾപ്പെടുന്നു. പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ നേരിട്ട് സംസാരിച്ചാലല്ലേ പറ്റുള്ളൂ. പല മാനേജേഴ്സിലൂടെ പല ലെവൽസിലൂടെ കടന്നു പോകുമ്പോൾ അത് ചിലപ്പോൾ സമയം കൺസ്യൂം ചെയ്യും, ടൈം കൺസ്യൂം ചെയ്യും. അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതിന് പകരം എംപ്ലോയീസിനെ ഈ ഒരു സ്കാലർ ചെയിൻ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ എൻകറേജ് ചെയ്യുന്നത് ബൈപ്പാസ് ചെയ്തു പോകാനാണ്. നേരിട്ട് പറഞ്ഞാലും കുഴപ്പമില്ല എന്നാണ് ഈ ഒരു പ്രിൻസിപ്പിൾ പറയുന്നത്. അതാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. മൂന്നാമത്തത്, ദ പ്രിൻസിപ്പിൾ ഹെൽപ്സ് മെയിൻറ്റെയിൻ ഡിസിപ്ലിൻ ആൻഡ് റെഡ്യൂസസ് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്സ്. ഒരു ചിട്ട ക്രിയേറ്റ് ചെയ്യാനും അതുവഴി കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പുകൾ ഒഴിവാക്കാനും ഈ സ്കാലർ ചെയിൻ എന്ന് പറഞ്ഞ പ്രിൻസിപ്പിൾ സഹായിക്കുമെന്നാണ് പറയുന്നത്. അത് ശരിയായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഫയോൾ ഇൻട്രൊഡ്യൂസ് ദ ഗാങ് പ്ലാൻ ടു അലൗ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ഇൻ എമർജൻസീസ് വൈൽ മെയിൻറ്റെയിനിങ് ഹൈറാർക്കി. ഇതിലേതാണ് ശരിയായിട്ട് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്? ഏതൊക്കെയാണ്? 2ഉം 3ഉം അല്ലേ? എംപ്ലോയീസ് ആർ എൻകറേജ് ടു ബൈപ്പാസ് ഹൈറാർക്കി. ഹൈറാർക്കി കമ്മ്യൂണിക്കേഷൻ്റെ ആ ഒരു ഫ്ലോ അത് വേണ്ട എന്ന് സ്കാലർ ചെയിനിനകത്ത് പറയുന്നില്ല. അടുത്തത്, ദ പ്രിൻസിപ്പിൾ ഹെൽപ്സ് മെയിൻറ്റെയിൻ ഡിസിപ്ലിൻ ആൻഡ് റെഡ്യൂസസ് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്സ്. അത് ശരിയാണോ? അത് ശരിയാണ് അല്ലേ? ഫയോൾ ഇൻട്രൊഡ്യൂസ് ദ ഗാങ് പ്ലാൻ ടു അലൗ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ഇൻ എമർജൻസീസ് വൈൽ മെയിൻറ്റെയിനിങ് ഹൈറാർക്കി. ഹൈറാർക്കി മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ തന്നെ ഇടയ്ക്കൊന്ന് ബൈപ്പാസ് ചെയ്ത് പോയാൽ കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. ഇത് രണ്ടും 2nd 4th ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അടുത്തത്, ഐഡൻറ്റിഫൈ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഇക്വിറ്റി. ഇക്വിറ്റി എന്ന് പറയുന്ന പ്രിൻസിപ്പിളുമായി ബന്ധപ്പെട്ട് ഏതാണ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്? ഇക്വിറ്റി മീൻസ് ട്രീറ്റിംഗ് ഓൾ എംപ്ലോയീസ് ഐഡൻറ്റിക്കലി റിഗാർഡ്ലെസ് ഓഫ് ദെയർ കോൺട്രിബ്യൂഷൻസ്. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാ എംപ്ലോയീസിനെയും ഒരേപോലെ കാണുന്നു. 2nd ഓപ്ഷൻ നമുക്ക് നോക്കാം. ഇറ്റ് എൻഷുവേഴ്സ് ഫെയർ ട്രീറ്റ്മെൻറ്റ് ഓഫ് എംപ്ലോയീസ് ബേസ്ഡ് ഓൺ മെറിറ്റ് ആൻഡ് എഫേർട്ട്. അല്ലേ? മെറിറ്റിൻ്റെയും എഫേർട്ടിൻ്റെയും അടിസ്ഥാനത്തിൽ എംപ്ലോയീസിന് ഒരു ഫെയർ ട്രീറ്റ്മെൻറ്റ്, അവരെ ഒരേപോലെ ഫെയർ ആയിട്ട് പരിഗണിക്കുക, അത് ഈ ഒരു പ്രിൻസിപ്പിളിൽ ഉൾപ്പെടുന്നതാണ്. ഇനി ഫേവറിറ്റിസം ആൻഡ് ബയോസ് ഷുഡ് ബി എലിമിനേറ്റഡ് ഇൻ പ്രൊമോഷൻസ് ആൻഡ് റിവാർഡ്സ്. പ്രൊമോഷൻസും അതുപോലെ റിവാർഡ്സും ഒക്കെ കൊടുക്കുമ്പോൾ അവിടെ ഒരു സ്വജനപക്ഷപാതവും അങ്ങനെയുള്ള കാര്യങ്ങൾ, ഫേവറിറ്റിസം, അതായത് സ്വന്തം ആൾക്കാർക്ക് അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് മാത്രം അങ്ങനെ ഒരു ബയാസ് കാണിക്കുന്ന ഒരു വിവേചന കാണിക്കുന്നത് ഒഴിവാക്കണം. അത് ശരിയായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. ദ ഇക്വിറ്റി പ്രിൻസിപ്പിൾ ഇംപ്രൂവ്സ് എംപ്ലോയി മോട്ടിവേഷൻ ആൻഡ് വർക്ക് പ്ലേസ് ഹാർമണി. എംപ്ലോയി മോട്ടിവേഷനും വർക്ക് പ്ലേസ് ഹാർമണി ഇത് രണ്ടും ഇതുവഴി ഇംപ്രൂവ് ആവുന്നു എന്നുള്ളതാണ്. അതും കറക്റ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇൻകറക്റ്റ് ആയിട്ടുള്ള തെറ്റായ പ്രസ്താവന, ഇക്വിറ്റി മീൻസ് ട്രീറ്റിംഗ് ഓൾ എംപ്ലോയീസ് ഐഡൻറ്റിക്കലി റിഗാർഡ്ലെസ് ഓഫ് ദെയർ കോൺട്രിബ്യൂഷൻ. കോൺട്രിബ്യൂഷൻസ് ഒന്നും നോക്കാതെ എല്ലാവരെയും ഒരേപോലെ കാണുന്നു എന്നുള്ള. കോൺട്രിബ്യൂഷൻസ് ഒക്കെ പരിഗണിക്കുന്നു, പക്ഷേ ആ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ, കോൺട്രിബ്യൂഷൻസിലെ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാവരെയും ഒരേപോലെ നോക്കുന്നത്. അല്ലാതെ കോൺട്രിബ്യൂഷൻസ് ഒന്നും പരിഗണിക്കുന്നില്ല എന്നതിന് അർത്ഥമില്ല. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ഈസ് ഇൻകറക്റ്റ്. താങ്ക് യു.